പത്മജ വേണുഗോപാലിന്റെ ബി.ജെ.പിയിലേക്കുള്ള പോക്ക് ഇപ്പോഴും രാഷ്ട്രീയ ചർച്ചകളിൽ നിന്ന് മാറിയിട്ടില്ല എന്ന് മാത്രമല്ല ആ പോക്കിന് പാലമായി ദല്ലാളായി വർത്തിച്ചത് മുൻ ഡി.ജി.പി ലോക്നാഥ് ബെഹ്റയാണെന്ന ആരോപണം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. വെറുതെ പറഞ്ഞതല്ലെന്നും പറഞ്ഞതിന് കൃത്യമായ തെളിവുണ്ടെന്നും പറയുന്നു പ്രതിപക്ഷ നേതാവ്. മാത്രമല്ല കേരളത്തിൽ ബി.ജെ.പിക്ക് ഇല്ലാത്ത വലിപ്പം കൽപ്പിച്ചു കൊടുത്ത പാർട്ടിയെ വലുതാക്കാൻ ശ്രമിക്കുകയാണ് CPM എന്നും LDF കൺവീനറുടെ വാക്കുകൾ ഉദ്ധരിച്ച് ആരോപിക്കുകയാണ് പ്രതിപക്ഷ നേതാവും കോൺഗ്രസും. പത്മജയുടെ പോക്കിന് ദല്ലാളായത് ലോക്നാഥ് ബെഹ്റയോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അടുത്ത സമ്പത്ത്, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ശ്രീ ടി.പി. ജയേന്ദ്രൻ എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ആദ്യം ഇന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്ന് പറഞ്ഞാൽ ആദ്യം മുൻ DGP എന്നാണ് പറഞ്ഞത് വി.ഡി. സതീശൻ. അതിനുശേഷം കെ. മുരളീധരൻ പറഞ്ഞു പേര് പറയാൻ എനിക്ക് പേടിയില്ല, അത് ലോക്നാഥ് ബെഹ്റയാണ് എന്ന് സാക്ഷാൽ കെ. മുരളീധരൻ പറഞ്ഞു. ഇന്നാണ് കുറച്ചുകൂടി കടുപ്പിക്കുന്നത്. കൃത്യമായ തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട് എന്ന് പറയുകയാണ് പ്രതിപക്ഷ നേതാവ്. വാക്കുകളൊന്ന് കേൾക്കാം. ഞങ്ങളുടെ തെളിവുകളുണ്ട്, ഞങ്ങൾ ഹാജരാക്കാത്ത തെളിവുകൾ. അദ്ദേഹം നമ്മളൊക്കെ വലിയ സുഹൃത്താണ്. പക്ഷെ അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലെ CPM പിണറായി വിജയനും സംഘപരിവാർ നേതൃത്വവും തമ്മിലുള്ള ഇടനിലക്കാരനാണ് പല കാര്യങ്ങൾക്ക്. ഇപ്പോഴും പിണറായി വിജയന്റെ അനുമതിയോടുകൂടിയാണ് പത്മജ വേണുഗോപാൽ BJP ചേരാനുള്ള എല്ലാ മിഡിൽമെൻ വർക്കും അദ്ദേഹം ചെയ്തത്. ഞങ്ങൾക്കറിയാം. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇല്ല ഇതിന് വെറുതെ റോഡിലിരിക്കുന്ന ഒരാളെ കുറിച്ച്, തൂണിച്ചാരിയിരിക്കുന്ന ഒരാളെ കുറിച്ച് ഞങ്ങൾ ആക്ഷേപം പറയേണ്ട ആവശ്യമുണ്ടോ? ലോക്നാഥ് ബെഹ്റയെ വെറുതെ ആകാശത്ത് നിന്ന് ഞങ്ങൾ കൊണ്ടുവന്നല്ലോ. ലോക്നാഥ് ബെഹ്റയ്ക്ക് അതിൽ പങ്കുള്ള കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ട്. അത് പിണറായി വിജയന്റെ അറിവോടുകൂടി ചെയ്താണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് പിറ്റേ ദിവസം ഏറ്റവും ആഹ്ലാദം ആർക്കായിരുന്നു? കേരളത്തിൽ ഇവര് BJP ചേർന്നപ്പോൾ ഏറ്റവും ആഹ്ലാദം ആർക്കായിരുന്നു? മുഖ്യമന്ത്രിയുടെ പറയില്ലേ, നാണം കെട്ട പാർട്ടിയാണ് കോൺഗ്രസിന്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ പത്മജയ്ക്ക് BJPയിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തെങ്കിലും പാലത്തിന്റെ കാര്യമില്ല, അതിനുള്ള കാര്യപ്രാപ്തിയെങ്കിലും പത്മജയ്ക്കുണ്ട് ഇല്ലേ? ഇത് ബെഹ്റ മാത്രമല്ല, മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് ആ പോക്കെന്ന് ആവർത്തിച്ച് ആരോപിക്കുക വഴി കരുണാകരന്റെ മകൾ പോയതിന്റെ സങ്കടം അല്ലെങ്കിൽ അതുണ്ടാക്കിയ ക്ഷതം, ഒരു ഡാമേജ് കൺട്രോൾ ഡയലോഗ് എന്നതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ ചാമക്കാല സത്യത്തിലെ ആരോപണത്തിൽ? ഹാഷ്മി നോക്കൂ, ഇത്തരത്തിൽ ഒരു മുൻ DGPക്കെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുക, ഒരു ആക്ഷേപം ഉന്നയിക്കുക, വെറുതെ ഉന്നയിക്കുക, അതും പൊളിറ്റിക്കൽ ഇഷ്യൂവിൽ കോൺഗ്രസിൻ്റെ ഒരു മുതിർന്ന നേതാവായിരുന്ന ശ്രീ K. കരുണാകരൻ്റെ മകൾ ഈ പാർട്ടി വിട്ടുപോയപ്പോൾ അവർ BJPയിലേക്ക് ചേർന്നപ്പോൾ അതിന് പാലം ഉണ്ടാക്കിയത്, ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് സംസ്ഥാനത്തിൻ്റെ മുൻ DGP ആയിരുന്ന ശ്രീ ലോക്നാഥ് ബെഹ്റയാണ് എന്ന് പരസ്യമായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ശ്രീ പത്മജ വേണുഗോപാലിൻ്റെ സഹോദരൻ ശ്രീ K. മുരളീധരൻ MPയും ഉൾപ്പെടെയുള്ളവർ പരസ്യമായി കേരളീയ സമൂഹത്തോട് പറയുമ്പോൾ അത് ആരെങ്കിലും ഒരാളെ ചാരി രക്ഷപ്പെടാനല്ലോ. ഇവിടെ പത്മജ വേണുഗോപാൽ പാർട്ടി വിട്ട് പോയതുകൊണ്ട് സംസ്ഥാനത്ത് കോൺഗ്രസിന് എന്തെങ്കിലും നേട്ടമുണ്ടാവും നഷ്ടമുണ്ടാവും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഞങ്ങൾ അതിനെ ഗൗരവത്തിൽ കാണുന്നില്ല. ശ്രീ K. കരുണാകരൻ്റെ മകൾ എന്നതിനപ്പുറത്തേക്ക് അവർക്ക് പാർട്ടിയിൽ നൽകാൻ കഴിയുന്ന എല്ലാ സ്ഥാനങ്ങളും നൽകിയിരുന്നു, എല്ലാ പദവികളും നൽകിയിരുന്നു. അതിന് ആർക്കും ആക്ഷേപമുണ്ടെന്ന് തോന്നില്ല. അവർക്ക് കൃത്യമായൊരു കാരണം പോലും പറയാനില്ലാതെയാണ് ഏറ്റവും അവസാനം അവർ പാർട്ടി വിട്ടുപോയത്. അപ്പോൾ ആ പാർട്ടി വിട്ട് BJPയിൽ ചേരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചതെന്ന് അന്വേഷിക്കാനും കണ്ടെത്താനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുതിർന്ന നേതാക്കന്മാർ അത് പറഞ്ഞിട്ടുള്ളത്. തെളിവുകൾ ഞങ്ങളുടെ കൈവശമുണ്ട്. യുക്തി വേണ്ടേ? അപ്പോൾ തെളിവ് കയ്യിലുണ്ട് എന്ന് പറയുന്നതിനപ്പുറം ആ തെളിവ് പുറത്തേക്ക് വിടണം. അതിനപ്പുറം പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകാൻ ഒരു മുൻ DGPയുടെ ഇടനില ആവശ്യമുണ്ടോ? നമ്മൾ യുക്തിഭദ്രമായി ആലോചിച്ച് നോക്കൂ. പത്മജയ്ക്ക് BJPയിലേക്ക് പോകണം എന്ന ആഗ്രഹം അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ ഇപ്പോഴത്തെ BJP എന്ന് പറഞ്ഞാൽ അത്തരം നേതാക്കളെ നോക്കിയിരിക്കുന്ന BJP അപ്പം തന്നെ കൊത്തിക്കൊണ്ടു പോവില്ലേ? അതിന് ഇടനിലയായി ഒരു ബെഹ്റ പാലം പണിയേണ്ട കാര്യമുണ്ടോ? നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോകുന്നത് BJPയുടെ സംസ്ഥാന നേതൃത്വം ഒരു ഘട്ടത്തിലും അറിഞ്ഞിരുന്നില്ല എന്ന് നിങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇവിടെ ശ്രീ ലോക്നാഥ് ബെഹ്റയുടെ ഇടപെടലുകളെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ചും ഒക്കെ നമുക്കറിയാമല്ലോ. ഒട്ടുമിക്ക സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും IAS IPS ഉദ്യോഗസ്ഥരും അവരുടെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ താവളം കണ്ടെത്തുന്നുണ്ട്. താവളം കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് പലപ്പോഴും ഒരു പ്രവർത്തിക്കാറുള്ളത് എന്നൊക്കെ നമുക്കറിയാം. എന്നാലും എക്സെപ്ഷണൽ കേസസും ഉണ്ട്. ഇവിടെ ശ്രീ ലോക്നാഥ് ബെഹ്റയെ സംബന്ധിച്ച് ഒരുപാട് വിവാദങ്ങളുടെ കളിത്തോഴനായിരുന്ന ശ്രീ ലോക്നാഥ് ബെഹ്റ അദ്ദേഹം കേന്ദ്ര സർക്കാരുമായി, ശ്രീ നരേന്ദ്രമോദിയുമായി നല്ല ആത്മബന്ധത്തിലായിരുന്നു, അമിത്ഷായുമായി നല്ല ബന്ധത്തിലായിരുന്നു എന്ന് നമുക്കറിയാം.
അദ്ദേഹത്തെ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ അദ്ദേഹത്തെ DGP ആക്കിയതിനെക്കുറിച്ച് അന്ന് തന്നെ വിമർശനമുണ്ട്. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നടപടിക്രമങ്ങൾ ഇവിടെ പോലീസിൻ്റെ മോഡേണൈസേഷൻ ആയാലും അതുപോലെ തന്നെ മോൻസൺ മാവുങ്കലിന് പരിധി വിട്ട് എല്ലാവിധ സഹായവും ചെയ്തു കൊടുത്ത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കുമ്പോൾ സംസ്ഥാനത്തിൻ്റെ പോലീസ് തന്നെ മോൻസൺ മാവുങ്കലിനെ വെള്ളപൂശി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ശ്രീ കെ സുധാകരനെതിരെ മാത്രം കേസെടുക്കുകയും ഈ ലോക്നാഥ് ബെഹ്റയ്ക്കെതിരെ ഒരു അന്വേഷണവും നടക്കുന്നില്ല എന്നുള്ള വസ്തുതയും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ അത്തരത്തിൽ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഏറെ പ്രിയപ്പെട്ടവൻ റിട്ടയർ ചെയ്തതിന് ശേഷവും വളരെ പരമപ്രധാനമായ CMRLയുടെ കൊച്ചിൻ മെട്രോയുടെ MD ആയി വെച്ചിട്ടുള്ള ആൾ അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഒരാളെ കണ്ടെത്തി ഒരാളെ എന്താ പറയുന്നത് പുള്ളി കുത്തി അദ്ദേഹമാണിതെന്ന് പറയുകയല്ലോ. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കൃത്യമായ വ്യവസ്ഥകളുണ്ട്, അറിയാൻ മാർഗമുണ്ട്, ഞങ്ങളുടെ ഈ തെളിവുണ്ട്. ആ തെളിവ് വേണ്ടപ്പെട്ട സമയത്ത് കൃത്യമായി ഞങ്ങൾ പറഞ്ഞാൽ പോരാ. അല്ല അത് പറയാ വരട്ടെന്നേ, ഒന്ന് കാത്തിരിക്കൂ. ഇവിടെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയല്ലേ. തീർച്ചയായിട്ടും അതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുന്ന കാര്യത്തിൽ താങ്കൾക്ക് ഒരു ആശങ്കയും ഉണ്ടായി. ഇവിടെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷത പറയുകയാണ്. സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷത ഉത്തരവാദിത്തോട് പറയുന്നു, ഇത് ലോക്നാഥ് ബെഹ്റയുടെ ഇടനിലയാണ്, പാലമാണ് എന്നുള്ള കാര്യം എനിക്കറിയാം, അതിനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ബെഹ്റ മാത്രമല്ല, ഇത് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് ആ നീക്കം. അതെന്തിനാണ് ആ നീക്കം എന്നുകൂടി പറയുന്നത്. ഇപ്പോൾ നാണം കെട്ട പാർട്ടി എന്ന് പിണറായി വിജയൻ പറഞ്ഞ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീ സമ്പത്ത്, ഇപ്പോൾ ലോക്നാഥ് ബെഹ്റ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF-നും പ്രിയങ്കരനാണ് എന്നതിൽ തർക്കമുണ്ടോ? ബെഹ്റ DGP ആയിരുന്ന കാലത്ത് സേനയിൽ നിന്ന് അഴിമതി വാർത്തകൾ വന്നത് മലവെള്ളം പോലെയാണ്. അന്ന് നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ചേർത്ത് പിടിച്ചു, വിരമിച്ചപ്പോൾ കൊച്ചി മെട്രോ MD ആക്കി, ഇപ്പോഴും പ്രിയങ്കരനായി കണ്ണിലുണ്ണിയായി തുടരുന്നു ബെഹ്റ. അപ്പോൾ എന്തിൻ്റെയെങ്കിലും ഇത്തരം പാലം പണികൾക്കുള്ള ഉദ്ദിഷ്ടകാലത്തുള്ള ഉപഹാരസ്മരണയാണ് ഇതൊക്കെയും ഈ സ്നേഹം എന്നൊക്കെ ആരോപിച്ച ചിലപ്പോൾ കുറ്റം പറയാൻ കഴിയുമോ ശ്രീ സമ്പത്ത്? ഹാഷ്മി, എനിക്കൊരു 3 മിനിറ്റ് നൽകുന്നതിൽ വിരോധം ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിലാണ്, എൻ്റെ 2 ചങ്ങാതിമാരും സമ്മതിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. ഈ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് ചേക്കേറുന്നവരെ സംബന്ധിച്ച് അപ്പോൾ അതിൻ്റെ എല്ലാം കുറ്റം CPIMൻ്റെ നേതൃത്വത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്നാണ് എങ്കിൽ, ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള 9 പേര് SM കൃഷ്ണ, ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്, വിജയ് ബഹുഗുണ, ദിഗംബർ കാമത്ത്, കിരൺകുമാർ റെഡ്ഡി, പേമ ഖണ്ഡു, ND തിവാരി, ജഗദാംബിക പാൽ, അശോക് ചവാൻ, ഇവരെല്ലാവരും കോൺഗ്രസിൻ്റെ നേതാക്കളും മുൻ മുഖ്യമന്ത്രിമാരുമായിരുന്നവരാണ്. ഇതിൽ 9 പേരിൽ 8 പേര് BJP-യിൽ ചേരുമ്പോൾ മുൻ മുഖ്യമന്ത്രിമാരായിരുന്നു, എക്സ് ചീഫ് മിനിസ്റ്റർ ആയിരുന്നുവെങ്കിൽ പേമ ഖണ്ഡു BJP-യിൽ ചേരുന്നത് എങ്ങനെയെന്നറിയോ? 2016 കോൺഗ്രസിൽ നിന്ന് ഭൂരിപക്ഷം MLA-മാരുമായി പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചലിൽ ചേർന്ന് മാസങ്ങൾക്കുള്ളിൽ അവിടെ നിന്ന് നേരെ ഈ പാർട്ടി മൊത്തമായി തന്നെ അങ്ങ് BJP-യിലേക്ക് ലയിക്കുകയാണ്. ഇതാണല്ലോ നടന്നത്. UP-യിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ജഗദാംബിക പാല് ഈ 2ാം UPA ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അദ്ദേഹം ഈ ട്രഷറി ബെഞ്ചുകളിൽ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ പുറകിലായിരുന്നു എപ്പോഴും. ഞങ്ങൾക്കെല്ലാം ഈ നേരെ ആക്രോശം അത് BJP-ക്കാരും അനുഭവിച്ചിട്ടുണ്ട്. അടുത്ത NDA ഗവൺമെൻറ് 1ാം മോദി സർക്കാരിൻ്റെ കാലത്തും അദ്ദേഹം അതേ ബെഞ്ചിൽ തന്നെ അവിടെ ഉണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിനെതിരായി ആക്രോശം. ഞങ്ങൾ അദ്ദേഹത്തെ ഏക് ദിൻ കി സുൽത്താൻ എന്നാണ് കളിയാക്കി വിളിക്കുമായിരുന്നു. ഒറ്റ ദിവസം മുഖ്യമന്ത്രിയായിരുന്ന UP-യിലെ. ഇവിടെ ആന്ധ്രയിൽ കോൺഗ്രസിൻ്റെ അവസാന മുഖ്യമന്ത്രി എന്ന കിരൺകുമാർ റെഡ്ഡി കഴിഞ്ഞ വർഷം 2023 ഏപ്രിലാണ് BJP-യിൽ ചേരുന്നത്. ഇവിടെ വേറൊന്നും കൂടി നോക്കേണ്ടത്, 2022 സെപ്റ്റംബറിലാണ് മുൻ ഗോവ മുഖ്യമന്ത്രി നിലവിൽ MLA-യുമായ ദിഗംബർ കാമത്ത് BJP-യിൽ ചേർന്നത്. ഗോവയിലെ സ്ഥിതി അറിയാമല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഏറ്റവും വലിയ ഒറ്റപ്പാർട്ടിയായി കോൺഗ്രസ്. പക്ഷേ അതേസമയം എന്താ സംഭവിച്ചത്? BJP ഗവൺമെൻറ് ഉണ്ടാക്കുകയാണ്. ഓപ്പറേഷൻ മിഡ് നൈറ്റാണ്. ആരാണ് ഉത്തരവാദി എന്നുള്ളത് കോൺഗ്രസ് തന്നെ പരിശോധിച്ചാൽ മതി. ഇത് കഴിഞ്ഞ് അടുത്ത തെരഞ്ഞെടുപ്പായപ്പോൾ കോൺഗ്രസിൻ്റെ MLA-മാരുടെ എണ്ണം തന്നെ 2ആയി ചുരുങ്ങുകയാണ്. ഇതുകൊണ്ട് മാത്രമല്ലല്ലോ കാര്യങ്ങൾ തീരുന്നത്. ഈ അമരീന്ദർ സിംഗ് അദ്ദേഹം പാർട്ടി വിട്ട് വേറൊരു പാർട്ടി ഉണ്ടാക്കി പിന്നെ BJP-യിലേക്ക്. ഉത്തരാഖണ്ഡിലെ മുൻ മുഖ്യമന്ത്രി വിജയ് ബഹുഗുണ BJP-യിൽ ചേർന്ന 2016 മകൻ സൗരഭ് ബഹുഗുണ ഇപ്പോൾ സംസ്ഥാനത്തെ മന്ത്രിയുമാണ്. ഇവിടെ ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ BJP-യിൽ ചേർന്ന ശേഷം മുഖ്യമന്ത്രിമാരായിരുന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്. ഹിമന്ത ബിശ്വ ശർമ്മ, ബീരൻ സിംഗ്, മണിക് സാഹ, തരുൺ ഗൊഗോയ്. സർക്കാരിൽ സഹമന്ത്രിയായിരുന്ന ഹിമന്ത മുമ്പ് അദ്ദേഹം അത് കഴിഞ്ഞിട്ട് നേരെ BJP-യിൽ എത്തുന്നത് 2015-ലാണ്. 2021 മുതൽ മുഖ്യമന്ത്രിയാണ്. കോൺഗ്രസിൻ്റെ നേതാവായിരുന്ന ബീരൻ സിംഗ് BJP-യിൽ എത്തുന്നത് 2016-ലാണ്. 2017-ലെ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രി. മണിക് സാഹ കോൺഗ്രസ് വിട്ടത് 2016-ൽ, ഇപ്പോൾ ത്രിപുരയിലെ മുഖ്യമന്ത്രി.
ഇപ്പോൾ BJP-യിൽ ചേർന്ന പ്രമുഖ നേതാക്കൾ ജ്യോതിരാദിത്യ സിന്ധ്യ മുതൽ ഇങ്ങോട്ട്, ജ്യോതിരാദിത്യ സിന്ധ്യ എല്ലാം കേരളത്തിലേക്ക് വരുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ അദ്ദേഹത്തെ എല്ലാം പ്രകീർത്തിച്ചിരുന്നത്, പ്രശംസിച്ചിരുന്നത്, അദ്ദേഹത്തിന് നൽകിയിരുന്ന ആ പരിവേഷം, അത്തരം കാര്യങ്ങൾ. പാർലമെൻറ്റിലും അദ്ദേഹം കോൺഗ്രസിൻ്റെ നേതാവായ അത്തരത്തിൽ ഞങ്ങളുമായി നല്ല ബന്ധമൊക്കെ തന്നെയായിരുന്നു. അദ്ദേഹം ഉൾപ്പെടെ നിരവധി ആളുകൾ ഇങ്ങനെ പോയതിനെ സംബന്ധിച്ച്. ജിതൻ പ്രസാദ 1ഉം 2ഉം UPA സർക്കാരിലെ മന്ത്രി, ഇപ്പോൾ ഉത്തർപ്രദേശിലെ ക്യാബിനറ്റ് മന്ത്രി. ഹാർദിക് പട്ടേൽ ഗുജറാത്തിലെ മുൻ PCC പ്രസിഡന്റ്, അദ്ദേഹം പിന്നെ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ഒരുപാട് ലിസ്റ്റ് ഉണ്ട്. നമ്മൾ പോയ കാലങ്ങളിൽ ചർച്ച ചെയ്തതാണ്. ഇതിനൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവാദിയല്ല. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 11ാം മണിക്കൂറിൽ പത്മജ വേണുഗോപാൽ പരിഗണന ചാടുന്നതിൽ പിണറായിക്കെതിരെ നേർക്കുന്ന ആരോപണം ഉന്നയിക്കുന്നത് പിണറായി തങ്ങളിപ്പോൾ രാഷ്ട്രീയ ആരോപണം വെച്ചുകൊണ്ട് മാത്രമല്ല, അത് പിണറായിയുടെ ഏറ്റവും പ്രിയങ്കരനായ ബ്ലൂ ഐഡ് ബോയായ ലോക്നാഥ് ബെഹ്റയെ വെച്ചുകൊണ്ട് കൂടിയാണെന്ന് പറയുന്നു. ഇപ്പോൾ ലോക്നാഥ് ബെഹ്റ എന്തുകൊണ്ട് ബ്ലൂ ഐഡ് ബോയ് ആയെന്ന് ഞാൻ ആദ്യം പറയുകയായിരുന്നു. അഴിമതി ആരോപണങ്ങൾ മലവെള്ളപ്പാച്ചിലും ചേർത്ത് പിടിച്ചു ഈ സർക്കാർ അല്ലേ? ലോക്നാഥ് ബെഹ്റ പ്രിയങ്കരനാണ് പിണറായിക്ക് എന്ന തർക്കമുണ്ടോ ശ്രീ സമ്പത്ത്? ആഷ്മിക്ക് അഴിമതി അദ്ദേഹം നല്ല ഉദ്യോഗസ്ഥനായി തന്നെയാണ് ജോലി ചെയ്തത്. അദ്ദേഹം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിൽ അദ്ദേഹം ജോലി ചെയ്തിരുന്നു. ഞാൻ പാർലമെന്റ് അംഗമായിരിക്കുമ്പോൾ അന്ന് ശ്രീ വെങ്കയ്യ നായിഡു ചെയർമാനായിട്ടുള്ള ആ പാർലമെൻ്ററി കാര്യ സമിതിയിൽ ശ്രീ LK അദ്വാനി അടക്കം അംഗമായിരുന്നത്. ഞങ്ങൾ ഈ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അവരുടെ ഓഫീസുകൾ സന്ദർശിക്കുകയും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ബ്രീഫിംഗ്, അതെല്ലാം ഇപ്പോൾ ഇതിൽ പറയാനായി കഴിയില്ല. ഒരു നല്ല പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. സമ്പത്ത്, ഞാൻ അങ്ങയുടെ ഓർമ്മയിലേക്ക് ചില കാര്യങ്ങൾ പെടുത്താം. ഈ പാവപ്പെട്ട പോലീസുകാർക്ക് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് നിർമ്മിക്കാൻ അനുവദിച്ച് 4.33 കോടി രൂപ വകമാറ്റി ലോക്നാഥ് ബെഹ്റ ധനവകുപ്പ് എതിർപ്പ് മറികടന്ന് മന്ത്രിസഭ സാധൂകരിച്ചു. പോലീസിന് 25 റൈഫിളുകൾ, 12,000 എത്രയോ ചില്ലുവാനും വെടിയുണ്ടകൾ കാണാതായി എന്ന് പറഞ്ഞ് CAG ആണ് ഈ കാലഘട്ടത്തിൽ പോലീസ് സ്റ്റേഷൻ പെയിന്റ് അടിക്കാൻ പ്രധാനപ്പെട്ട ബ്രാൻഡ് പെയിന്റ് വാങ്ങിയാൽ മതിയെന്ന ഉത്തരവ്, യൂണിഫോം മാറ്റാൻ തീരുമാനിക്കുന്ന ഒരു പ്രത്യേക ബ്രാൻഡ് വാങ്ങിയാൽ മതിയെന്ന ഉത്തരവ്, സ്റ്റോർ പർച്ചേസ് മാനുവൽ നിരന്തര ലംഘനങ്ങൾ, സിംസ് എന്ന് പറയുന്ന നിരീക്ഷക സംവിധാനത്തിൽ സ്വകാര്യ സ്ഥാപനം കസേരയിട്ടിട്ട വിവാദം. ചേർത്തുപിടിക്കലല്ലാതെ ഇക്കാലത്ത് എന്തെങ്കിലും നടപടി ഉണ്ടായോ? അതുകൊണ്ടാണ് പറയുന്നത് ഈ ചേർത്തുപിടിക്കൽ പാലമെടലിന് കിട്ടുന്ന കൂലിയാണ് എന്ന് പറയുന്നത്. നേർക്കുന്ന മറുപടി പറയാം. പഴയ ലിസ്റ്റ് അങ്ങേക്ക് വായിക്കാം, ഉറപ്പായും വായിക്കാം. അതല്ല, നേർക്കുന്ന മറുപടി പറയാം. എന്തിനായിരുന്നു ചേർത്ത് നിർത്തൽ? എന്തിനാണ് ഇപ്പോൾ കൊച്ചി മെട്രോയുടെ MD സ്ഥാനത്ത് കസേരയിട്ട് ഇവിടെ ഇരുത്തുന്നത്? അല്ല, കൊച്ചി മെട്രോ ഇപ്പോൾ അതിൻ്റെ അടുത്ത ഘട്ടം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്തത് നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ കാര്യത്തിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ വഹിച്ചിട്ടുള്ള പങ്ക് എന്നുള്ളത് അതിൻ്റെ നിർമ്മാണവും പുരോഗതിയുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ആരെയും എങ്ങനെ വേണമെങ്കിലും ബ്രാൻഡ് ചെയ്യാം. ബിക്കോസ് യു ആർ എ മീഡിയ പേഴ്സൺ, യു ക്യാൻ ടേക്ക് ഈ പറയുന്ന ഇഷ്യൂസ് എല്ലാം എടുത്ത് ആരെയും എങ്ങനെ വേണമെങ്കിലും ചേർത്ത് നിർത്തിച്ചാരാം. എൻ്റെ ഒരു ചോദ്യം ഇത്ര മിനിറ്റ് കൊണ്ട് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞ CAG റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അല്ല, ആയിക്കോട്ടെ. ഹാഷ്മി CAG റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യത്തിനെയും എടുത്തു പിടിച്ചുകൊണ്ടല്ല ഇപ്പോൾ ഈ ഒരു ചർച്ച ശ്രീമതി പത്മജ വേണുഗോപാലിന്റെ BJP പ്രവേശനത്തെ സംബന്ധിച്ചാണ് ആണല്ലോ. CAG റിപ്പോർട്ടിനെ കുറിച്ചുള്ള ചർച്ചയാണെങ്കിൽ നമുക്കൊരു ചർച്ച അങ്ങനെ ഇരിക്കാം, നമുക്കെല്ലാം കൂടി തന്നെ ആ കാര്യത്തിൻ്റെ ഇരിക്കാം, നന്നായിരിക്കാം ആ കാര്യത്തിൽ. എൻ്റെ ചോദ്യം, ശ്രീമതി പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ടുപോയപ്പോൾ ഒരു കൂട്ടം കോൺഗ്രസ്സുകാർ പറഞ്ഞു ഇവരോടൊപ്പം 10 ആളിനെ പോലും എടുക്കാനില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ പറയുകയാണ് ഇവർ അങ്ങനെ ഈ കോൺഗ്രസ് വിട്ടുപോയതിൻ്റെ ഇനി ഇതിൻ്റെ കാര്യകാരണം അവർ അന്വേഷിക്കട്ടെ, അത് അവരുടെ ബാധ്യതയൊന്നുമല്ല, ചുമതലയാണ്, അത്തരം കാര്യങ്ങൾ ചെയ്തോട്ടെ. നേരത്തെ അനിൽ ആൻ്റണി വിട്ടുപോയല്ലോ, ആരായിരുന്നു ഓപ്പറേഷന് പിന്നിൽ? എന്താ അതുകൂടി ഒന്ന് പറയാത്തത്? ഇപ്പോൾ വന്ന് ഇനി BJPക്കകത്ത് വേണമെങ്കിൽ I ഗ്രൂപ്പും A ഗ്രൂപ്പും എന്നുള്ള സമവായത്തിലേക്ക് വേണമെങ്കിൽ കൊണ്ടെത്തിക്കാം. AK ആൻ്റണിയുടെ പുത്രൻ പോകുമ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ചയൊന്നുമില്ല. പക്ഷേ K കരുണാകരൻ്റെ പുത്രി പോകുമ്പോൾ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്യണമെന്ന് A ഗ്രൂപ്പുകാർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അത്തരത്തിലാകാം, I ഗ്രൂപ്പുകാർക്ക് തിരിച്ചും പറയാം. ഇത്തരം കാര്യത്തിൽ ശ്രീമതി പത്മജ വേണുഗോപാലിനെതിരായി വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ, അതിലേക്കൊന്നും ഞങ്ങളാരും അതിൽ ഉത്തരവാദിയല്ല. അത്തരം കാര്യങ്ങൾ നമുക്കാർക്കും ഒരു സഹോദരനെയും സഹോദരിയെയും നമുക്കത്തരത്തിൽ തീരുമാനിച്ചെടുക്കാനുള്ള അധികാരവും അതിനുള്ള കഴിവൊന്നുമില്ല. നമുക്കൊരു അയൽക്കാരനെയും അത്തരത്തിൽ എടുക്കാനുള്ള അധികാരവും കഴിവൊന്നുമില്ല. നമുക്ക് സുഹൃത്തുക്കളെയും അത്തരത്തിൽ നമ്മുടെ സഹപ്രവർത്തകരെയും എല്ലാം തീരുമാനിക്കാനേ കഴിയുള്ളൂ. അവരാരെങ്കിലും അത്തരത്തിൽ അവരുടേതായ പാർട്ടികൾ വിട്ട് പുതിയ പാർട്ടികളിലേക്ക് മറ്റേതെങ്കിലും പാർട്ടികളിലേക്ക് പോവുകയോ പ്രവർത്തിക്കുകയോ രാഷ്ട്രീയ രംഗത്ത് നിന്ന് തന്നെ അവർ വിടവാങ്ങുകയോ ഒക്കെ ചെയ്യുന്നത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഞങ്ങൾ ആരെയും വ്യക്തിപരമായി ഇക്കാര്യത്തിൽ അധിക്ഷേപിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. BJPയുടെ തെറ്റായ നയങ്ങൾക്കെതിരായി, ജനദ്രോഹ നടപടികൾക്കെതിരായി, ഫെഡറലിസത്തെ തകർക്കുന്നതിനെതിരായി, ഇന്ത്യൻ ഭരണഘടനയുടെ സത്ത തന്നെ ഇല്ലാതാക്കുന്നതിനെതിരായി ഞങ്ങൾ പോരാട്ടത്തിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവസ്ഥ ആഷ്മിക്ക് അറിയാമല്ലോ. നമ്മൾ അതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ കാര്യത്തെ ചർച്ച ചെയ്യാൻ. ഇവിടെ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയത് എന്തായാലും TP ജയചന്ദ്രൻ മാഷ് അടക്കം K സുരേന്ദ്രൻ അടക്കം ഇവിടുത്തെ BJP നേതൃത്വം അറിഞ്ഞിട്ടില്ല. അവസാന മണിക്കൂർ എന്തായാലും അറിഞ്ഞിട്ടില്ല. ഏത് റൂട്ടിലായിരുന്നു പ്രവേശനം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഡൽഹിയിൽ നിന്നുള്ള സീക്രട്ടാണെന്ന് പറയുന്നു പത്മജ വേണുഗോപാൽ. അപ്പോൾ ഒരു എക്സ്ട്രാ പൊളിറ്റിക്കൽ ഇടപാടുണ്ടായിട്ടുണ്ടെന്നും ആ ഇടപാട് ബെഹ്റയുടെ പാലം പണിയാണെന്നും എന്ന ആരോപണം
യുക്തിസഹമായ ആരോപണം ആവില്ലേ ടി.പി. ജയചന്ദ്രൻ? ഹാഷ്മി, ഇന്ന് പത്മജയ്ക്കോ നാളെ ചാമക്കാലയ്ക്കോ സമ്പത്തിനോ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേരണമെങ്കിൽ ഒരു ഇടനിലക്കാരൻ്റെ ആവശ്യമില്ല. BJPയുടെ നേതൃത്വത്തിന് ഒരു സന്ദേശം അയച്ചാൽ ആ സന്ദേശവും ഇവരുടെ ചരിത്രവും ഇവരുടെ പ്രവർത്തനവും വിലയിരുത്തിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് തീരുമാനമെടുക്കാവുന്നതേ ഉള്ളൂ. അതിലൊരു ഇടനിലക്കാരൻ്റെ ആവശ്യം എന്താണ്? ഇവിടെ വിഷയം അതല്ല ഹാഷ്മി. സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ട് നേതാക്കന്മാരാണ്. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് അതാണെന്നല്ല അർത്ഥത്തിലല്ല. കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഒന്ന് AK ആന്റണിയും 2 K കരുണാകരനും എന്നായിരുന്നു ഇതുവരെ നമ്മൾ വിശ്വസിച്ചിരുന്നതും അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുണ്ടാക്കിയതും. ഗ്രൂപ്പായി കൈപിടി വരുമ്പോഴും പരസ്പരം പോരടിക്കുമ്പോഴും ആന്റണിയുടെ പേരിലും കരുണാകരന്റെ പേരിലുമാണ്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ മേൽവിലാസം ഈ 2 പേരിൽ കൂടി ആയിരുന്നു. ഇന്നുണ്ടായത് എന്താണ്? ഇന്ന് കേരളത്തിലെ 2 പ്രഗത്ഭരായ മുൻ മുഖ്യമന്ത്രിമാരുടെ വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എത്തുമ്പോൾ ആ യാഥാർത്ഥ്യവുമായി ഉൾക്കൊള്ളാൻ ഇനിയും കഴിയുന്നില്ല. ഈ വെപ്രാളത്തിൻ്റെ അർത്ഥം എന്താണ്? പക്ഷെ എനിക്ക് 24-നോട് ചോദിക്കാനുള്ളത്, കോൺഗ്രസ്സുകാർ ഇങ്ങനെ അന്തം വിട്ട് സ്വയം സമനില തെറ്റുമ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യാൻ നമുക്ക് സാധിക്കും. നോക്കൂ, ഒരു നേതാവ് പറഞ്ഞത് എന്താ? തന്തയ്ക്ക് പിറന്നവളല്ല. അതിൻ്റെ അർത്ഥത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പല നേതാക്കന്മാരും പറയുന്നത് എന്താണ്? അത് പറഞ്ഞത് ശരിയാണ്. ഒരാൾക്ക് 2 തന്തയുണ്ട്, ഒന്ന് ബയോളജിക്കൽ തന്ത, ഒന്ന് പൊളിറ്റിക്കൽ തന്ത. ഇങ്ങനെയൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ പോയാൽ ആ പാർട്ടി എത്തിയിരിക്കുന്ന ട്രാപ്പിനെ കുറിച്ചല്ലാതെ നമുക്ക് പറയാൻ സാധിക്കുമോ? ഇനി രണ്ടാമത്തെ ചോദ്യം, ഇന്ന് ഈ ചർച്ച എടുക്കുമ്പോൾ ഞാൻ ചാമക്കാലയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോ കോൺഗ്രസിനകത്ത് K സുധാകരനും ഇപ്പോഴുടെ പ്രതിപക്ഷ നേതാവിനും ഇല്ലാത്ത സ്വാധീനവും ബന്ധവും പിണറായി വിജയൻ ഉണ്ടെങ്കിൽ ഈ പണിക്ക് VD സതീശനും K സുധാകരനും പറ്റില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം? സ്വന്തം പാർട്ടിക്കകത്ത് ബെഹ്റയ്ക്കും പിണറായി വിജയനും ഒക്കെയാണ് സ്വാധീനമെങ്കിൽ എന്തിനാണ് സാർ ഇവർ പ്രതിപക്ഷ നേതാവാണ്, KPCC പ്രസിഡന്റാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്നത്? യാഥാർത്ഥ്യം അതല്ല. സ്വന്തം അണികളെയും കൂടപ്പിറപ്പുകളെയും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു പ്രത്യയശാസ്ത്രം. ഒരുപക്ഷെ ഇന്ന് ഈ സംഭവം ആ പാർട്ടിക്കകത്ത് ഏൽപ്പിച്ചിരിക്കുന്ന ആഘാതം നമ്മളൊക്കെ കാണുന്നതിനപ്പുറത്താണ്. ഇതുണ്ടാക്കിയിരിക്കുന്ന ഉൾക്കിടലം ആ പാർട്ടിയുടെ കോട്ട കൊത്തളങ്ങളെ അപ്പാടെ വിറങ്ങലിപ്പിച്ചിരിക്കുന്നു എന്നല്ലേ? മറിച്ച് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട് AK ആന്റണിയുടെ മകൻ BJPയിൽ ചേക്കേറിയപ്പോൾ, അയാളും കോൺഗ്രസിന്റെ പശ്ചാത്തലത്തിൽ വളർന്ന് വികസിച്ച ആളല്ലേ, എന്തുകൊണ്ട് അദ്ദേഹത്തെ അന്നപ്പോൾ അദ്ദേഹത്തിന്റെ തന്തയ്ക്ക് വിളിച്ച് എന്തുകൊണ്ടില്ല? എന്തുകൊണ്ട് അതിൽ പിണറായി വിജയന്റെ സ്വാധീനമോ ബെഹ്റയുടെ കണ്ടെത്താൻ സാധിച്ചില്ല? നേരത്തെ സമ്പത്ത് തന്നെ പറഞ്ഞു. ഇന്നൊരു കാര്യം ഹാഷ്മി സത്യമാണ്, ഭാരതീയ ജനതാ പാർട്ടി നിങ്ങളും വടികൾക്കിടയിലൂടെ BJP തയ്യാറായി നിൽക്കുകയാണ് എന്നൊരു ധ്വനി വെച്ച് സംസാരിച്ചു. ഞാൻ ചോദിക്കട്ടെ, BJPക്കകത്ത് പോകുന്ന എത്ര പേർ കോൺഗ്രസിനകത്ത് ഇന്ന് ചേക്കേറി? 2 MP-മാർ ചേക്കേറി. അപ്പൊ BJP മാത്രമല്ല, പൊളിറ്റിക്കൽ പാർട്ടികൾ എന്ന് പറയുന്നത് അവരുടെ അവർ അത് മാത്രമായിട്ട് താങ്കൾ വെച്ചിട്ടുണ്ട. ഹിസാറിലെ MP മകനൊക്കെ പോയി, കാര്യം ശരിയാണ്. പക്ഷേ ഇതൊരു പ്രൊജക്റ്റായി കൊണ്ടു നടക്കുന്നത് BJP ആണ് എന്ന് പറയേണ്ടി വരില്ലേ? ടി.പി. ചന്ദ്രൻ ഇപ്പൊ ഇവിടെ സ്ഥാനാർത്ഥിപ്പെട്ട് ഒഴിച്ചിട്ടിരിക്കുകയാണ്. കൂടുതൽ നേതാക്കൾ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നു എന്ന് K. സുരേന്ദ്രൻ അടക്കം എല്ലാ BJP നേതാക്കളും പറയുകയാണ്. വരാൻ പോകുന്ന നേതാക്കളുടെ പേരിട്ട് നിങ്ങൾ ഞെട്ടുമെന്ന് പറയുകയാണ്. അപ്പോൾ മുൻ മുഖ്യമന്ത്രിമാരുടെ വീട്ടകങ്ങൾ നാളെ റാഞ്ചുന്നു. കൊള്ളാവുന്ന നേതാക്കളെ അല്ലെങ്കിൽ ജനപ്രീതിയുള്ള, ഇപ്പോൾ ഈ 2 പേരും ജനപ്രീതി ഉള്ളവരാണെന്ന് ഞാൻ പറയുന്നതല്ല, കൂടുതൽ ജനപ്രീതിയുള്ള നേതാക്കളെ റാഞ്ചാൻ നോക്കി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ എന്താണ് ഈ ബേക്കറിയുടെ ചില്ലിനകത്ത് വെച്ചിരിക്കുന്ന അലുവ കാണുന്ന കുട്ടിയെ പോലെ വായിൽ വെള്ളം ഊറി ഇങ്ങനെ കേരളത്തിലെ മറ്റു രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ എസ് രാജേന്ദ്രൻ എം.എൽ.എയുടെ വീട്ടിൽ പോകുന്നു, ചേരാൻ താല്പര്യമുണ്ടോ ചോദിക്കുന്നു, അവിടെ ചർച്ചകൾ നടത്തുന്നു. ടി.പി. ചന്ദ്രൻ, നിങ്ങൾ ഈ കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയിട്ട് വർഷം കുറേ ആയില്ലേ? RSSന് ഏറ്റവും കൂടുതൽ ശാഖകളുള്ള സംസ്ഥാനങ്ങളിലൊന്നല്ലേ? എന്നിട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ പ്രധാനികൾ വരുന്നു നോക്കി ഇരിക്കാനും മാത്രം, ഇപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നാടൻ ഭാഷ ചോദിച്ചാൽ ഒരു ചളിപ്പ് തോന്നില്ലേ ടി.പി. ചന്ദ്രൻ? അല്ല ഹാഷ്മി, ഇവരൊക്കെ ഇത്രയും കാലം കൊണ്ട് വളർത്തിയെടുത്ത ആളുകൾ ഇങ്ങനെ താങ്കൾ ഈ പറഞ്ഞ മാതിരി ബേക്കറിയിലെ മധുരം ഊറുമ്പോൾ പോകുന്നവരാണോ? ഇവരിങ്ങനെ എന്തെങ്കിലും പ്രലോഭനങ്ങൾ കേട്ടാൽ അങ്ങ് വശംവദരാകുന്നവരാണോ? എത്ര വർഷം കൊണ്ടാണ് ഹാഷ്മി ഇവരൊക്കെ വളർന്നെടുക്കുന്നത്? നോക്കൂ, K. കരുണാകരനും സഹോദരനും മുരളീധരനും പാർട്ടി വിട്ട് DIC ഉണ്ടാക്കി പോയപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഈ എന്താ പറയുക ബേക്കറി കടയിലിരുന്ന മകൾ എവിടെയായിരുന്നു പോയത്? ഹാഷ്മി, നമ്മളൊന്നും പരിശോധിക്കണ്ടേ? ഇവർ അച്ഛനും മകനും ഇതാ പോയി എന്ന് പറഞ്ഞ് കൂടെ പോയവനാണോ അദ്ദേഹം? ഇതൊന്നും അല്ല ഹാഷ്മി. ഇവിടെ ഒരു കാര്യം സത്യമാണ്, BJPയുടെ പേരിൽ ബന്ധം ആരോപിക്കുന്നവർ ഇപ്പൊ തന്നെ ചാമക്കാല പറഞ്ഞു മോൺസൺ മാവുങ്കലിന്റെ കേസിനെ കുറിച്ചും അദ്ദേഹത്തിന്റെ ബന്ധത്തെക്കുറിച്ചും. സാർ, അതിലെ 2ാം പ്രതി നിങ്ങളുടെ KPCC പ്രസിഡന്റ് ആണ്. 1ാം പ്രതി മാവുങ്കലാണെങ്കിൽ 2ാം പ്രതി KPCC പ്രസിഡന്റ് ആണ്. അദ്ദേഹം കാണിച്ച തട്ടിപ്പിനൊക്കെ നിങ്ങൾ ഇരുകൂട്ടരുമില്ലേ? ഞാൻ വീണ്ടും ഒന്ന് ചോദിക്കട്ടെ ഹാഷ്മി, ലോക്നാഥ് ബെഹ്റയെ പ്രതി ചേർക്കേണ്ട ആളാണോ? ഒരു മിനിറ്റ്. ലോക്നാഥ് ബെഹ്റയെ പ്രതി ചേർക്കേണ്ട ആളാണോ?
കേരളത്തിലെ പിടിച്ചുകുലുക്കിയ രണ്ടാമത്തെ കേസായിരുന്നു തിരുവനന്തപുരത്ത് CPM നടത്തിയ വലിയൊരു സമരം. BJP അല്ലല്ലോ ആരോപിച്ചത്, ദിവാകരൻ പറഞ്ഞത് കാശ്മീർ കേട്ടതാണല്ലോ. എവിടെയോ ഒരു രഹസ്യ ചർച്ച നടന്നു. തിരുവനന്തപുരത്തെ പിടിച്ചുകുലുക്കാൻ വേണ്ടി ഇടതുപക്ഷം കൊണ്ടുവന്നിരുന്ന അന്നത്തെ മുഖ്യമന്ത്രിയെ വിറപ്പിച്ചിരുന്ന സമരം എവിടെയോ വെച്ചൊരു ചർച്ച നടന്നു. ഏതായാലും മല പോലെ വന്നത് എലി പോലെ തിരിച്ചുപോയി. ഹാഷ്മി, നമ്മൾ ചർച്ച ചെയ്തോ? കേരളത്തിൽ മറ്റൊരു പിടിച്ചുകുലുക്കിയ സംഭവമായിരുന്നു TP വധക്കേസ്. ഒരു അന്വേഷണം ഗൂഢാലോചനയെത്തിയപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഒരു ഫോൺ കോൾ വന്നുവെന്നും ആ ഫോൺ കോളിന് ശേഷമാണ് അവിടെ മാറ്റമുണ്ടായത് എന്നും ആ ഫോൺ കോൾ ആരുടേതാണെന്ന് അന്വേഷിക്കണമെന്ന് കേസ് അവിടെ നിന്നു. ഞാൻ പറയുന്നത് ഞങ്ങളെ വിശ്വസിപ്പിക്കേണ്ട. മുല്ലപ്പള്ളി രാമചന്ദ്രനെ സുധാകരനെ വിശ്വസിപ്പിക്കാൻ സാധിച്ചോ? ഇന്ന് തന്നെ നമ്മൾ ഇത് എടുക്കുമ്പോൾ ഇതാ 24 ന്യൂസ് എഴുതി കാണിക്കുന്നു ശശി തരൂരിന്റെ പ്രസ്താവന. ഈ പറയുന്നതിലൊന്നും യാഥാർത്ഥ്യമില്ല എന്നുള്ളതല്ലേ ഇവർക്ക് പരസ്പരം ബോധ്യപ്പെടാത്ത കാര്യം. ഒരു കാര്യം ഹാഷ്മി സത്യമാണ്, കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരികയാണ്. പിന്നെ മാറിക്കൊണ്ടുവരുന്നവരെ സ്വീകരിക്കാതിരുന്നിട്ടുണ്ടോ? അൽഫോൺസ് കണ്ണന്താനം BJPയിൽ എത്തിയില്ലേ? അത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയായിരുന്നു. വിശ്വനാഥ മേനോൻ എന്ന് പറയുന്ന മുൻ മന്ത്രി BJPയിൽ എത്തിയില്ലേ? അത് ഇവരുടെ ഹാഷ്മി, കാലത്തിനനുസരിച്ച് മുന്നേറ്റത്തിന് ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റാൻ കഴിയാത്തവർ, കാലത്തിന്റെ ചുമരെഴുത്തുകളെ കാണാൻ കഴിയാത്തവർ, കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കുമ്പോൾ തെറ്റിദ്ധാരണയും തിരുത്തലുകളുമായിട്ട് പ്രത്യയശാസ്ത്രങ്ങൾ മാറിക്കൊണ്ട് പരസ്യമായി വരും. അത് BJP നാളെ ഈ രാജ്യത്തെ ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളാതെ ജനവിരുദ്ധമാകുമ്പോൾ ഹാഷ്മി ഒരു സംശയവും വേണ്ട, BJPയിൽ വന്നവർ തിരിച്ചു പോകും. അതിൽ അസൂയപ്പെട്ടൊന്നും കാര്യമില്ല. തങ്ങളുടെ കഴിവുകേടുകൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയാത്തവർ തങ്ങളുടെ പോരായ്മകൾ തിരുത്തുന്നതിന് പകരം ഇത്തരം ബാലിശമായ ആരോപണം. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം കൂടി. ഇപ്പൊ ഇതേക്കിന് ഏതാ ഒരു സിനിമയിൽ ശങ്കരാടി നടന്ന ഇപ്പൊ വിടും, എന്റെ കൈകൾ രേഖയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വെല്ലുവിളിച്ചില്ലേ ഈ പത്മജ തന്നെ? പുറത്തു വിടൂ. എന്താ പുറത്തു വിടാത്തത്? എന്തിനാണ് കേരളത്തിലെ ഇത്രയധികം വിശ്വാസ്യതയുള്ള നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹത്തിന് ഇപ്പൊ പൊട്ടും ഇതാ എന്റെ കയ്യിൽ രേഖയുണ്ട് എന്ന് പറയുന്നത്? പുറത്തു വിടാൻ എന്തുകൊണ്ടാണ് പത്മജ വെല്ലുവിളിച്ചത് ഏറ്റെടുക്കാത്തത്? യാഥാർത്ഥ്യങ്ങളിലേക്ക് കോൺഗ്രസ് ഇനിയെങ്കിലും എത്തണം. തങ്ങളുടെ കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോകുമ്പോൾ തങ്ങൾ കാലത്തിനനുസരിച്ച് ഞാൻ തമാശ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഇപ്പൊ നേരത്തെ മോൻസൺ മാവുങ്കലിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു, ലോക്നാഥ് ബെഹ്റയെ പ്രതി ചേർക്കേണ്ടതുണ്ട്. മാഷ് മറുപടി പറഞ്ഞില്ല. മറുപടി പറയായിരിക്കും. എന്നാ ഇനി അത് നോക്കിക്കഴിഞ്ഞാൽ അന്ന് ആ മോൻസൺ മാവുങ്കലിന്റെ സിംഹാസനം എന്താണ്? അന്ന് ബിംബിസാറിന്റെ സിംഹാസനമായിരുന്നു. അത് ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ സിംഹാസനത്തിൽ കയറി അംശവടിയും പിടിച്ച് വിശാലമായി ബെഹ്റ ഇരിക്കുന്നുണ്ട്. മനോജ് എബ്രഹാം അന്ന് ഉടവാൾ പിടിച്ച ചിത്രം അടക്കം പുറത്തു വന്നാണ് നമുക്ക് ഓർമ്മയുണ്ട്. സുധാകരനേക്കാൾ ആരോപണം പരാതിക്കാർക്ക് ബെഹ്റ മാവുങ്കൽ ബന്ധത്തിലുണ്ട്. കാരണം കാണിക്കൽ നോട്ടീസെങ്കിലും അവിടെ കൊടുത്തിട്ടില്ല. സുധാകരനെ രണ്ടാം പ്രതിയാക്കിയ ക്രൈംബ്രാഞ്ച് ആ വഴിക്ക് എവിടെയെങ്കിലും പോയിട്ടുമില്ല. ഇതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ലോക്നാഥ് ബെഹ്റയ്ക്കും ഈ ഇടത് സർക്കാരും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിന് തെളിവാണെന്ന് പറയുമ്പോൾ പോലും പത്മജ BJP ബന്ധത്തിന്റെ പാലമാകാൻ ഈ ബന്ധം എന്ന ആരോപണം എത്രത്തോളം തെളിവ് മൂല്യമുള്ളതാണ് ചാമക്കാല? ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായി പറഞ്ഞല്ലോ. ഇവിടെ ലോക്നാഥ് ബെഹ്റയെ പൊഴുത്തുന്ന കാര്യത്തിൽ ഈ പറയുന്ന നമ്മുടെ മുൻ MPക്കോ അല്ലെങ്കിൽ BJPയുടെ പ്രതിനിധിക്കോ ഒരു മടിയുമില്ല. കാരണം അവരുടെ രണ്ടുപേരുടെയും പ്രതിനിധിയാണ്. രണ്ടുപേരും നിൽക്കുന്നത് ഈ ലോക്നാഥ് ബെഹ്റയ്ക്ക് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇവിടെ നമ്മൾ പറഞ്ഞു, താങ്കൾ സൂചിപ്പിച്ചു, പിന്നെ ലോക്നാഥ് ബെഹ്റയുടെ കാലത്തുണ്ടായിട്ടുള്ള ഈ സംസ്ഥാനത്ത് പോലീസിൽ ഒരു സേനയിൽ നടന്നിട്ടുള്ള അഴിമതിയെ സംബന്ധിച്ച് കൃത്യമായി താങ്കൾ സൂചിപ്പിച്ചു. അത് സിംസ് എന്ന് പറയുന്നത് സെൻട്രൽ ഇൻട്രൂഷൻ മോണിറ്ററിംഗ് സിസ്റ്റം എന്ന പേരിൽ പോലീസ് ആസ്ഥാനത്ത് തന്നെ സ്വകാര്യ വ്യക്തികൾക്ക് പിന്നെ സ്ഥാപനം തുടങ്ങാൻ അനുമതി നൽകിയത് മുതൽ പിന്നെ ഇവരുടെ ക്വാർട്ടേഴ്സ് പണിയുന്നതുമായി ബന്ധപ്പെട്ട് പെയിൻറ്റുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടെ വെടിയുണ്ട കാണാതായത് ഉൾപ്പെടെ CIAGയുടെ റിപ്പോർട്ട് ഉൾപ്പെടെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതിനെ സംബന്ധിച്ചൊന്നും ഒരു വിശദീകരണവും ഒരു ഭാഗത്തില്ല. മറുഭാഗത്ത് മുൻ MP പറയുന്നത് അദ്ദേഹം ദേശീയ തലത്തിൽ NIAയുടെ ഭാഗമായിരുന്നപ്പോൾ വലിയ മറിപ്പായിരുന്നു എന്നാണ്. അങ്ങേക്ക് അറിയാമോ എന്നെനിക്കറിയില്ല. NIAയുടെ ഫൗണ്ടർ മെമ്പറായിരുന്നു ലോക്നാഥ് ബെഹ്റ. ലോക്നാഥ് ബെഹ്റ NIAയുടെ ഫൗണ്ടർ മെമ്പറായിരിക്കെ അമേരിക്കയിൽ ജയിലിൽ പോയി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തു, അന്താരാഷ്ട്ര ഭീകരനായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തു എന്നും അതിൻ്റെ ബേസിസിൽ അദ്ദേഹം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി NIAക്ക് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അത്തരത്തിലൊരു ചോദ്യം ചെയ്യൽ ഉണ്ടായിട്ടില്ല എന്നും അമേരിക്കയുടെ കൈവശമുള്ള ഒരു പ്രതിയെ അത്തരത്തിൽ ജയിലിൽ പോയി ചോദ്യം ചെയ്യുക അസാധ്യമാണെന്നും പിന്നീട് ബോധ്യപ്പെടുകയും ഇദ്ദേഹത്തെ അവിടെ നിന്ന് ടെർമിനേറ്റ് ചെയ്യണമെന്ന് വരെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കണമെന്ന് വരെ NIAയിൽ തീരുമാനം വരികയും ചെയ്തതാണ്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അന്ന് NIAയെ സംബന്ധിച്ച് NIAയുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് അന്തർദേശീയ തലത്തിൽ 2018 അത് ഫോം ചെയ്യുന്നത്. അന്തർദേശീയ തലത്തിൽ അതിനെ സംബന്ധിച്ച് വലിയ റെപ്യൂട്ടേഷൻ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിലെ ഫൗണ്ടർ ഡയറക്ടറായിട്ടുള്ള ലോക്നാഥ് ബെഹ്റയ്ക്ക് നടപടി എടുക്കുന്നത് അന്തർദേശീയ തലത്തിൽ തന്നെ ഇന്ത്യക്ക് നാണക്കേടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടേഷൻ കേരളത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ NIAയിലേക്ക് കൊടുത്ത ഡെപ്യൂട്ടേഷൻ അത് അവിടെ വെച്ച് അവസാനിപ്പിച്ച് അദ്ദേഹത്തെ R&D വിങ്ങിലും പിന്നെ കേന്ദ്ര പോലീസുമായി ബന്ധപ്പെട്ട R&D വിങ്ങിലേക്ക് അയക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടേഷൻ പീരീഡ് പൂർത്തിയാക്കിയതിനു ശേഷം മടങ്ങി വന്നിട്ടുള്ളൂ
എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. താങ്കൾ പറഞ്ഞ ഗുരുതര ആരോപണമാണ്. ആ വിഷയത്തിൽ ഇല്ല, താങ്കൾ പറഞ്ഞ ഗുരുതര ആരോപണം. ജ്യോതികുമാർ ചാമക്കാല, ഇത് പൊതുസമൂഹത്തിന് മുന്നിലുള്ള ആരോപണമല്ല എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ലോക്നാഥ് ബെഹ്റയുടെ എന്താണ് കിരീടത്തിലെ പൊൻതൂവലായി ഇപ്പോഴും ഇരിക്കുന്നതാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തു. അന്ന് പറഞ്ഞ് ഇസ്രത് ജഹാൻ തീവ്രവാദിയാണെന്ന് ഹെഡ്ലി പറഞ്ഞു എന്നായിരുന്നു റിപ്പോർട്ട്. അത് കള്ളമാണ് എന്നാണ് താങ്കളുടെ ആരോപണം. താങ്കൾ ഉന്നയിക്കുന്ന ആരോപണത്തിന്റെ ഗുരുതരാവസ്ഥ താങ്കൾക്ക് ബോധ്യമുണ്ടോ ചാമക്കാല? അദ്ദേഹം എനിക്ക് 100% നല്ല ബോധ്യമുണ്ട്. ഞാൻ ഉത്തമ ബോധ്യത്തോടെ തന്നെയാണ് പറയുന്നത്. അദ്ദേഹം അമേരിക്കയിൽ ജയിലിൽ പോയി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അവകാശവാദം തെറ്റാണ്. ഇല്ലെങ്കിൽ അദ്ദേഹം എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ, അല്ലെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിലിടട്ടെ, ഞാൻ തയ്യാറാണ്. വളരെ കൃത്യമായി ഞാൻ പറയുന്നു. അപ്പോൾ അത് ഉത്തരവാദിത്വത്തോടെ തന്നെയാണ്. ലോക്നാഥ് ബെഹ്റ എന്ന് പറയുമ്പോൾ തന്നെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ജയിലിൽ പോയി ചോദ്യം ചെയ്ത ആൾ എന്ന ചിത്രമല്ലേ എല്ലാവരുടെ മനസ്സിൽ തെളിയുക? അത് ഉടായ്പാന്ന് പറയുകയാണോ ചാമക്കാല? ഉത്തരവാദിത്തോടെ പറയുകയാണ് അല്ലേ? ഉടായ്പന്നേ, അത് തട്ടിപ്പായിരുന്നേ. ഉത്തരവാദിത്തോടെ പറയാണ്. അദ്ദേഹം അമേരിക്കയിൽ ജയിലിൽ പോയി ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നത് തെറ്റാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഡിസിപ്ലിനറി ആക്ഷന് പ്രൊസീഡ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ NIA പരിപൂർണമായും അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം മറ്റൊരു സെക്ഷനിൽ പോയതിനു ശേഷം അദ്ദേഹം ഡെപ്യൂട്ടേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് മടങ്ങി വന്നിട്ടുള്ളത്. ഇത് ഞാൻ ആധികാരികമായി പറയുന്നു. ഞാനൊരു നമ്മുടെ രാജ്യത്തിനെതിരായി സംസാരിച്ചെങ്കിൽ അദ്ദേഹം കേസെടുക്കട്ടെ, അദ്ദേഹം പരാതി കൊടുക്കട്ടെ. ഞാൻ ആധികാരികമായിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത മനുഷ്യനാണ്. എന്നിട്ട് അദ്ദേഹത്തെ ഇപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ സമയം അതല്ലോ. അപ്പോൾ ആ രീതിയിൽ ഒരു ഭാഗത്ത് അദ്ദേഹം നിൽക്കുന്നു. രണ്ടാമത്തേത്, ഇവിടെ ഞാൻ ഈ തിരിച്ചു വന്നാൽ അദ്ദേഹം കുറേ CPM-ൻ്റെ പ്രതിനിധി അദ്ദേഹം കുറേ പേരുകളൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് വലിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ടെന്നേ, ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 20% വോട്ടേ ലഭിച്ചിട്ടുള്ളൂ. ഞങ്ങൾക്ക് ചുരുങ്ങിയ സീറ്റുകളെ ലഭിച്ചിട്ടുള്ളൂ. ശരിയാണ്. നിങ്ങളുടെ അവസ്ഥയോ? നിങ്ങൾക്ക് 1967 42 സീറ്റ് ഉണ്ടായിരുന്ന നിങ്ങൾ ഇപ്പം 3 സീറ്റിലാണ്. ഇനി താങ്കൾ BJP-യിലേക്ക് പോയ കോൺഗ്രസ് നേതാക്കന്മാരുടെ വലിയ ലിസ്റ്റൊക്കെ വായിച്ചു. ഞാനൊന്ന് വായിച്ചോട്ടെ. ഗഗൻ മർമു, അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ തന്നെയാണ്, CPM MLA ആയിരിക്കുമ്പോൾ തന്നെയാണ് BJP-യിലേക്ക് പോയി BJP സ്ഥാനാർത്ഥിയായി പാർലമെൻറ്റിലേക്ക് മത്സരിച്ചതെന്ന് താങ്കൾക്ക് അറിയാമായിരിക്കാം. മഹ്ഫൂസ ഫാത്തൂൻ CPM-ൻ്റെ MLA ആയിരുന്നു, നേതാവായിരുന്നു. ജ്യോതിർമയി സിക്ദർ CPM-ൻ്റെ MP ആയിരുന്നു, BJP MP ആയി മാറി. മുബഷീർ അലി CPM-ൻ്റെ MLA ആയിരുന്നു, BJP MP ആയി മാറി. വിശ്വജിത് ദത്ത CPM-ൻ്റെ MLA ആയിരുന്നു, BJP നേതാവായി മാറി. സുപാൽ ബൗമി CPM-ൻ്റെ നേതാവായിരുന്നു, പിന്നീട് BJP-യിലേക്ക് പോയി. ചന്ദൻ ബൗമി BJP-യിലേക്ക് പോയ CPM നേതാവാണ്. ദീപാലി ബിശ്വാസ് CPM-ൽ നിന്ന് BJP-യിലേക്ക് പോയ നേതാവാണ്. അശോക് ദിന്ദ, തപസി മണ്ഡൽ, സ്വദേശി രഞ്ജൻ നായക്, നികുഞ്ച് പൈക്ക്, അങ്കഡ് ബൗരി, ദേവേന്ദ്രനാഥ് റോയ്, ജിതേന്ദ്ര സർക്കാർ, ജയ്കിഷോർ ജമാത്തിയ തുടങ്ങിയ എനിക്ക് പറയുമ്പോൾ ഏറ്റവും താഴ്ന്നത് ഒരു MLA-യുടെ പേരെ പറയാൻ കഴിയും CPM-നെ സംബന്ധിച്ച്. കാരണം നിങ്ങൾക്ക് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുള്ളത് 3-4 പേരാണ് ദേശീയ തലത്തിൽ. അപ്പോൾ നിങ്ങളുടെ പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയും പാർട്ടി ഓഫീസ് ഉൾപ്പെടെ BJP-ക്ക് കീഴടങ്ങി കൊടുത്ത്, അത് ഏരിയ കമ്മിറ്റിയുടെയും ലോക്കൽ കമ്മിറ്റിയുടെയും പാർട്ടി ഓഫീസ് ഉൾപ്പെടെ BJP-ക്ക് കൊടുത്തിട്ടാണ് വന്നിരുന്ന കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോയവരുടെ കണക്ക് താങ്കൾ പറയുന്നത് എന്ന് കൂടി താങ്കൾ ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനെക്കുറിച്ച്. മറ്റൊന്ന്, ഇവിടെ പറഞ്ഞു എന്താ, BJP-യുടെ പ്രതിനിധി പറഞ്ഞു കാലത്തിൻ്റെ ചൂരെഴുത്ത് വായിക്കണമെന്ന്. അതൊരു BJP-യുടെ ദേശീയ നേതാവ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകും. സംസ്ഥാനത്തിൻ്റെ BJP-യുടെ ഒരു വക്താവ് വന്നിരുന്ന് കാലത്തിൻ്റെ ചൂരെഴുത്ത് വായിക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ വളർച്ച ഇവിടെ പടവലങ്ങ പോലെയല്ലേ സുഹൃത്തെ? കേരളത്തിൽ നിങ്ങൾക്ക് എന്ത് പ്രസക്തിയാണ് ഉള്ളത്? ഇപ്പോഴും ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ പ്രതിപക്ഷ VD സതീശൻ പറയുകയാണ്, BJP-ക്ക് ഇല്ലാത്ത വലിപ്പം ഉണ്ടാക്കി കൊടുത്ത് BJP-യെ പ്രധാന കക്ഷിയാക്കാൻ ശ്രമിക്കുന്നു എന്ന ഗുരുതരാരോപണം കൂടി ഇന്ന് പ്രതിപക്ഷ പറഞ്ഞ കേട്ടോ ചാമക്കാല. ഞാൻ അതിലേക്ക് വരുന്നത് കൃത്യമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ്റേത്. സംസ്ഥാനത്ത് NDA-യുടെ കൺവീനർ ആരാന്ന് നമുക്കറിയില്ല, പക്ഷേ LDF-ന്റെ കൺവീനർ NDA കൺവീനറായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് കാര്യത്തിൽ തർക്കവുമില്ല. ഇവിടെ BJP-യും CPM-ഉം തമ്മിലാണ് മത്സരമെന്ന് LDF-ന്റെ കൺവീനർ വന്ന് പറഞ്ഞാൽ, ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വന്ന് പറഞ്ഞാൽ, അദ്ദേഹം പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതുപോലെ നമുക്ക് തമാശ രൂപേണ അത് കളയാനേ കഴിയൂ. നോക്കൂ, ഇവിടെ BJP രണ്ടാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ള ഏക കോൺസ്റ്റിറ്റ്യുൻസി തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുൻസിയാണ്. അവിടെ 2ാം സ്ഥാനത്ത് BJP വരുമ്പോൾ 1ാം സ്ഥാനത്ത് കോൺഗ്രസ് വന്നേ, 3ാം സ്ഥാനത്താണ് LDF. ഇപ്പോൾ BJP-യെ സംബന്ധിച്ച് തോൽപ്പിക്കാനാകില്ല എന്ന് BJP-ക്ക് പരിപൂർണമായും ബോധ്യമായി. അവരവരുടെ ടെൻറ്റെല്ലാം അഴിച്ചു വടക്കി കെട്ടി തൃശ്ശൂരേക്ക് പോയിരിക്കുക. അങ്ങനെ പോകുമ്പോൾ നമ്മളാരുമല്ല, ശ്രീ O രാജഗോപാൽ തന്നെ പരസ്യമായി പറഞ്ഞു ശ്രീ ശശി തരൂരിനെ തോൽപ്പിക്കുക ഇനി അസാധ്യമാണ്. അപ്പോൾ ഇവിടുന്ന് ടെൻറ്റെല്ലാം വരി കെട്ടി തൃശ്ശൂരിലേക്ക് പോയി. ഇപ്പോൾ തൃശ്ശൂരിലെ അവസ്ഥ എന്താ? തന്നെ വിളിച്ചു വരുത്തി കളിയാക്കുന്നു. ഞാൻ ഇത് അവസാനിപ്പിച്ചിട്ട് ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രചാരണത്തിന് പൊക്കോളാം എന്ന് പറയുന്ന BJP-യുടെ സ്ഥാനാർത്ഥി നമ്മൾ കണ്ടു.
അദ്ദേഹത്തിൻ്റെ വെർബാറ്റം അദ്ദേഹം സംസാരിച്ചത് എന്താണെന്ന് നമ്മൾ ഇന്നലെ കൃത്യമായി കണ്ടു. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ശ്രീ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള ഒരു സ്ഥാനാർത്ഥിയെ വന്നുകൂടി അദ്ദേഹത്തിൻ്റെ 3ാം സ്ഥാനം എന്നുള്ളത് 3ാം സ്ഥാനത്ത് തന്നെ തുടരും. നോക്കൂ, അവിടെ തൃശ്ശൂരിൽ ഏതാണ്ട് മല മറിച്ചു എന്ന് പറയുന്നു. ഇവർ 11% നിന്നും 28% ഇവരുടെ വോട്ട് ഷെയർ കഴിഞ്ഞ പ്രാവശ്യം വർദ്ധിപ്പിച്ച് സുരേഷ് ഗോപി വന്നപ്പോൾ സത്യമാണ്. എന്നാൽ ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വോട്ട് ഷെയർ കൂടുകയായിരുന്നു. UDFിൻ്റേത്. UDF അവിടെ വിജയിക്കുകയായിരുന്നു. അവിടെ വോട്ട് ഷെയർ കുറഞ്ഞിട്ടുള്ളത് LDFിനാണ്. എന്നിട്ട് ഈ പിന്നെ ജയരാജൻ വന്നിരുന്ന് പറഞ്ഞിട്ട് ഇവിടെ BJPയും CPM തമ്മിലാണ് തർക്കം എന്ന് ഇടതുപക്ഷ ചില സംസ്ഥാന മണ്ഡലങ്ങളിലൊക്കെ BJPയാണ്. അവശേഷിക്കുന്ന കുറേ കോൺഗ്രസ്സുകാരെയും താമസിയാതെ തന്നെ BJP കൊണ്ടുപോകും. മുസ്ലിം ലീഗ് ഇനിയും ചിന്തിക്കണം. പിന്നെന്താ, ഇടതുപക്ഷവുമായിട്ടുള്ള മത്സരരംഗത്തേക്കാണ് പോകുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഒന്നിച്ചു നിൽക്കുന്ന മുസ്ലിം ലീഗ് നല്ലതുപോലെ ആലോചിക്കേണ്ട ഒരു സമയമാണ്. പറയാണ് ശ്രീ എ സമ്പത്ത്, ഇവിടെ ഒരു നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നു നെയ്യാറ്റിങ്കര ബൈ ഇലക്ഷന് അവിടെ പോരാട്ടം കോൺഗ്രസും BJPയും തമ്മിലാണ്. എന്തൊക്കെ പുകിലാണ് ഉണ്ടായതെന്ന്, എന്തൊക്കെ ആരോപണമാണ് ഉമ്മൻചാണ്ടിക്കെതിരെ അന്ന് CPM ഉന്നയിച്ചത്. ഏറ്റവും കൂടുതൽ TN പ്രതാപൻ ഈ അടുത്തിടെ തൃശ്ശൂരിൽ അവിടെ UDFും BJPയും തമ്മിലാണ് മത്സരമെന്ന് പറഞ്ഞു. സമാനമായ രീതിയിൽ വലിയ വിമർശനം ഉണ്ട്. ലാസ്റ്റ് പ്രതാപൻ തിരുത്തി. ഇവിടെ LDF കൺവീനർ തന്നെ വന്നു പറയുകയാണ് കേരളത്തിൽ മിക്ക മണ്ഡലങ്ങളിലും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ പോരാട്ടം LDFും BJPയും തമ്മിലാണ്. ഏതൊക്കെ മണ്ഡലങ്ങളിലാണത്? 2ാം സ്ഥാനത്ത് BJP വരുന്നു. ശ്രീ സമ്പത്ത്, ഇല്ലാത്ത വലിപ്പം ഉണ്ടാക്കി കൊടുക്കലല്ലേ അത്? അപ്പോഴേ പ്രിയപ്പെട്ട ഹാഷ്മി, എൻ്റെ പ്രിയപ്പെട്ട ചാമക്കാലയ്ക്ക് നൽകിയ ആ ഒരു സമയം ഏകദേശം സമ്പത്തിന് കൂടി നൽകുമല്ലോ അല്ലേ? ഉറപ്പായും. നമ്മൾ കോൺഗ്രസ് എന്നുള്ളത് BJPയിലേക്കുള്ളൊരു വഴിയാണ് എന്നുള്ളത്, ഒരു പന്ഥാവാണ് എന്നുള്ളത് ഒരു സത്യമാണ്. അതൊരു ചരിത്ര സത്യമാണ്. അതൊരു ആരോപണം അല്ല. ഇന്നലത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP ആണ് എന്നുള്ളതും ഇപ്പോൾ നാം ഈ ചർച്ച നടക്കുന്ന വേളയിൽ നമ്മുടെ ചുറ്റുവട്ടത്തും പലരും കാണുന്നതായിട്ടുള്ള കേരളത്തിലെ കോൺഗ്രസ്സുകാർ പലരും നാളെ BJP ആകുന്നു എന്നുമുള്ളതും നമുക്ക് നന്നായി അറിയാവുന്നതാണ്. വളരെ അഭിവന്ദ്യനായ ഒരു നേതാവിൻ്റെ വാക്കുകൾ ഞാനൊന്ന് കടമെടുത്തോട്ടെ. എൻ്റെ കോൺഗ്രസിൻ്റെ സുഹൃത്ത് എന്നോട് ക്ഷമിക്കും എന്നുള്ള വിശ്വാസത്തിൽ ശ്രീ AK ആൻ്റണി സാറ് തന്നെയാണ് പറഞ്ഞത്. ഞാൻ അദ്ദേഹത്തിന് AK ആൻ്റണി സാറെന്ന് മാത്രമേ കുട്ടിക്കാലത്തും വിളിച്ചിട്ടുള്ളൂ, SFIയിൽ നിന്നപ്പോഴും വിളിച്ചിട്ടുള്ളൂ, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ വിളിക്കുകയാണ്. രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസത്തിനപ്പുറം അദ്ദേഹം തന്നെ കോൺഗ്രസ്സുകാരുടെ യോഗത്തിൽ പറഞ്ഞത് എന്താണ്? നിങ്ങളുൾപ്പെടെ ഉള്ളവർ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ചകൾ നമ്മൾ നടത്തിയത് എന്തായിരുന്നു? രാവിലെ കോൺഗ്രസും രാത്രിയാവുമ്പോൾ BJPയുമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നമുക്ക് ചേർന്നതല്ല എന്ന് സാക്ഷാൽ ശ്രീ AK ആൻ്റണി സാറിന് തന്നെ പറയേണ്ടി വന്നത് ഏത് സമയത്താണ്? നമ്മുടെ മുന്നിലുണ്ടല്ലോ ഈ വാക്കുകളെല്ലാം. LDFിൻ്റെ കൺവീനർ പറഞ്ഞത് നിങ്ങൾ നോക്കുക. കേരളത്തിൽ അല്ല, ഇന്ത്യയിൽ തന്നെ ഇപ്പോൾ ഇവർ രണ്ടുപേരും പറയുമ്പോൾ ഒരു കാര്യമുണ്ട്, ഇടതുപക്ഷത്തെ വകവരുത്തുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണ്. അതിനെന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം അവർ ചെയ്യുന്നു എന്നുള്ളതുമാണ്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൻ്റെ ചർച്ച അത് ഏതാനും വ്യക്തികളിലേക്ക് അല്ലെങ്കിൽ കേസിലേക്ക് ഏതെങ്കിലും ചില പ്രത്യേക വിഷയങ്ങളിലേക്ക് ചുരുക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം. അങ്ങനെ ചുരുക്കണ്ട. ഇപ്പോൾ CPM ഒരു വലിയ പാർട്ടിയാണ് എന്നൊന്നും ഞങ്ങൾ അവകാശപ്പെട്ടിട്ടില്ല. പണ്ടും അവകാശപ്പെട്ടിട്ടില്ല, ഇപ്പോഴും അവകാശപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ 2 ലോക്സഭകളിൽ വാസ്തവത്തിൽ പ്രതിപക്ഷ നേതാവില്ല. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനം കൊടുക്കാൻ കഴിയുന്നില്ല. ഓർക്കേണ്ട ഒരു കാര്യം, പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിന് യോഗ്യരായ നിലയിലേക്ക് അംഗസംഖ്യ കോൺഗ്രസ്സിന് ഇല്ലാതിരുന്ന കാലത്ത് കോൺഗ്രസിൻ്റെ സഭയിലെ നേതാവിനെ വിളിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ പദവി കൊടുത്ത CPIM നേതാവുണ്ട്, മുഖ്യമന്ത്രിയായ സഖാവ് ജ്യോതി ബസു. അതും ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നമ്മളൊരു ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥയുടെ കീഴിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഈ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് ഈ ഭരണഘടനയിൽ അധിഷ്ഠിതമാണ്. ആ ഭരണഘടന വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ് എടുക്കേണ്ടുന്ന നിലപാടെന്താണ്? അത് മതനിരപേക്ഷത സംരക്ഷിച്ചുകൊണ്ടാണ്. BJPയുടെ ഹിന്ദുത്വ നിലപാട്, തീവ്ര ഹിന്ദുത്വ നിലപാട്, അവിടെ മിതഹിന്ദുത്വ നിലപാടുമായി അത്തരത്തിൽ വർഗീയതയെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പായാലും രാഷ്ട്രീയ പ്രവർത്തനമായാലും അത് അഭികാമ്യമല്ല. കോൺഗ്രസ്സുകാരായ നേതാക്കളെക്കുറിച്ച് പറഞ്ഞതോ അല്ലെങ്കിൽ അതൊന്നും ഞാൻ ആവർത്തിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം ഞങ്ങളുടെ നേതാക്കളെ അടക്കം സാക്ഷാൽ സഖാവ് EMSനെ അടക്കം വിളിച്ചിട്ടുള്ള ഒരുപാട് പദപ്രയോഗങ്ങളുണ്ട്, നിരവധി പദപ്രയോഗങ്ങളുണ്ട്. അതെല്ലാം കേട്ട് കണ്ട് വളർന്നവർ തന്നെയാണ് ഞങ്ങളെല്ലാവരും. അതേ രീതിയിൽ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ മുദ്രാവാക്യങ്ങളെല്ലാം ഇപ്പോൾ പറയാനുള്ളൊരു സമയമൊന്നുമില്ല. കേരളത്തിലെ കോൺഗ്രസ് എങ്ങോട്ടുള്ള പോക്കിലാണ്.
അത് മാത്രം അവർ പറഞ്ഞാൽ മതി. ഇന്ത്യയിൽ അവർ എങ്ങോട്ടുള്ള ശരി, അത് ചോദിക്കാം. പക്ഷേ സ്വന്തം പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ ആ നമുക്ക് ചോദിക്കാം. പാർട്ടിയുടെ ഗവൺമെന്റിനെ പക്ഷെ അട്ടിമറിച്ച് അതിനേക്കാൾ കൂടുതൽ ഗുരുതര ആരോപണം ഇ പി ഉന്നയിക്കുകയാണ്. സ്വന്തം കേരളത്തിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണോ? CS സമ്പത്തിന്റെ ബോധ്യം എന്താണ്? കേരളത്തിൽ കോൺഗ്രസിനാണോ ബി ജെ പിക്കാണോ ശക്തി? ആഷ്മി ഞാനൊന്ന് മുഴുമിപ്പിച്ചോട്ടെ. ഒറ്റ മിനിറ്റ് തന്നാൽ മതി. അസഹിഷ്ണുത വേണ്ട ആഷ്മി. സ്വന്തം ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കുന്നതിന് മണിപ്പൂരിൽ, കർണാടകത്തിൽ, മധ്യപ്രദേശിൽ എല്ലാം അത് ആരാ ചെയ്തത്? ഗോവയിൽ ഉൾപ്പെടെ. ഇപ്പോൾ ഈയിടെ നടന്ന ഈ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അഭിഷേക് മനു സിംഗ്വിക്ക് വോട്ട് ചെയ്യേണ്ടിയിരുന്ന കോൺഗ്രസിൻ്റെ MLA മാർ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അത്താഴ വിരുന്നിനടക്കം ഒരുമിച്ച് കൂടിയതിന് ശേഷം പിന്നീട് എന്താണ് ബ്രൂട്ടസ് എന്ന് അദ്ദേഹം ആ വാക്കുകൾ ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ. അദ്ദേഹം ചോദിച്ചല്ലോ, എന്നോടൊപ്പം അത്താഴ വിരുന്ന് കഴിച്ചിട്ട് പോയ ആളുകളടക്കം ഇങ്ങനൊരു കൊടും ചതി ചെയ്യും എന്ന് ഞാനും വിചാരിച്ചില്ല എന്ന് പറഞ്ഞതാരായിരുന്നു? അപ്പോൾ ഇതൊക്കെയാണല്ലോ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവർക്ക്, അതിൻ്റെ നേതാക്കൾ മാത്രമല്ല പ്രവർത്തിക്കുന്നവരുൾപ്പെടെയുള്ളവർക്ക് ആരെയാണ് വിശ്വസിക്കാനാവുക? സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലത്താണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് പഴിയല്ല ഞങ്ങൾക്ക്. CPIM-ന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഏത് സീറ്റിലാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്തുള്ളത്? അല്ല, CS സമ്പത്ത് LDF കൺവീനർ പറയും പോലെ കേരളത്തിൽ ഏത് ലോക്സഭാ മണ്ഡലത്തിലാണ് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വരാൻ പോകുന്നത്? ഞാൻ ഈ ചോദിച്ചതിനൊന്ന് മറുപടി ഒന്ന് പറഞ്ഞേ. അല്ല, അതൊക്കെ ശരി, അതൊക്കെ കോൺഗ്രസ്സോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. CPIM-ന്റെ ഏത് MLA ആണ് CPIM-ന്റെ ഇടതുപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിലുള്ള ഏത് ഗവൺമെന്റിനെയാണ് അട്ടിമറിച്ചത്? ഇപ്പോ രണ്ടാം സ്ഥാനത്ത് വരുന്നതിനെ കുറിച്ചുള്ളതിന്റെ ഞാനൊന്ന് ചോദിക്കട്ടെ. ഇവിടെ BJP എങ്ങനെയാണ് കേരളത്തിലെ നിയമസഭയിൽ ഒരു MLA ഉണ്ടായത്? അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാൾ പിന്നീട് പറയുകയുണ്ടായി, LDF-ൽ ചേർന്നിട്ടല്ല അദ്ദേഹം പറഞ്ഞത്, അവിടെ നിൽക്കുമ്പോൾ പറയുകയുണ്ടായി വോട്ടുകൾ എങ്ങോട്ടാണ് പോയതെന്നുള്ളതിനെ പറ്റി അദ്ദേഹം ശരി. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 11ാം മണിക്കൂറിൽ LDF കൺവീനർ പറയുകയാണ് കേരളത്തിലെ പല മണ്ഡലങ്ങളിലും BJP-യും LDF-ഉം തമ്മിൽ നേർക്കുനേർ പോരാട്ടമാണ് എന്ന് പറയുകയാണ്. ഞാൻ അതിലേക്ക് പിന്നെ വരികയാണ്. കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിനെയാണ് കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ അറിയാം BJP അങ്ങനെ നേർക്കുനേർ പോരാട്ടം LDF-ഉമായിട്ടില്ല. ഒട്ടുമിക്ക എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസും അല്ലെങ്കിൽ UDF-ഉം LDF-ഉം തമ്മിലാണ് നേർക്കുനേർ പോരാട്ടമെന്ന് ഈ കണക്ക് വെച്ച് നോക്കിയാൽ, സ്റ്റാറ്റിക്സ് വെച്ച് നോക്കിയാൽ എല്ലാവർക്കും അറിയാം. ഇനി BJP രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലങ്ങളിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോയത് ആരാണെന്ന കണക്ക് നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ കണക്കുകളൊക്കെ അങ്ങനെ നിൽക്കെ LDF കൺവീനർ എന്ന് പറയുകയാണ് കേരളത്തിലെ കുറേ മണ്ഡലങ്ങളിൽ LDF BJP നേർക്കുനേർ പോരാണ്, ഇവിടെ കോൺഗ്രസ് മുടിഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്തടിസ്ഥാനത്തിലാണ് അത് പറയുന്നത്? ഇല്ലാത്ത BJPക്ക് ഇല്ലാത്ത വലിപ്പം ഉണ്ടാക്കി കൊടുക്കാൻ എന്തിനാണ് LDF കൺവീനർ തയ്യാറാവുന്നത്? വാക്കിൽ തന്നെ ഉണ്ടത്. ആഷ്മിയുടെ വാക്കിൽ തന്നെ ഉണ്ട്. അത് മാത്രമേ ഞാനിങ്ങ് എടുക്കുന്നുള്ളൂ. കോൺഗ്രസ് മുടിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് മുങ്ങിത്താഴുന്ന ഒരു കപ്പലിൽ നിന്ന് എലി മുതൽ പുലി വരെ ചാടി വല്ലയിടത്തേക്കും പോകുന്നുവെങ്കിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെയാണ് BJPക്ക് വേണ്ടി കേരളത്തിൽ വരുന്ന ലോക്സഭാ മണ്ഡലത്തിൽ കുറെ അധികം മണ്ഡലങ്ങളിൽ LDF BJP നേർക്കുനേർ പോരാട്ടമാണ് എന്ന് സമ്പത്തും പറയുകയാണോ? ആ പോരാട്ടത്തിലേക്ക് കൊണ്ടെത്തിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന് സമ്പത്ത് പറഞ്ഞു എന്ന് പറഞ്ഞോളൂ. പൂർത്തിയാവുള്ളൂ. അതെങ്ങനെയാണ് പറയുന്നത് സർ? ഹാഷ്മിയുടെ വാക്കുകൾ എന്റെ വാക്കാവില്ല. സമ്പത്ത് പിണറായിക്ക് ഭരണ തുടർച്ച കിട്ടിയ നിയമസഭ അങ്ങേക്ക് ഓർമ്മയുണ്ട്? ഈ പിണറായിക്ക് ഭരണ തുടർച്ച കിട്ടിയ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുൻപാണ് ഒരു പ്രകോപനമില്ലാതെ പൊട്ടി വീണ പോലെ CPM-ന്റെ ആരോപണം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങുന്നു, ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി കൂട്ടുകെട്ടെന്ന പക്കാ വർഗീയ കോയിനേജ് പറയുന്നത് കോടിയേരിയാണ്. ലീഗിനെ നയിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യയശാസ്ത്രമാണെന്നാണ് അന്ന് വെളിപാട്. ഇപ്പൊ ലീഗിനെ പ്രശംസിക്കാത്ത ഒറ്റ ദിവസമല്ല EPക്കും CPM-നും. അപ്പൊ അന്ന് നിങ്ങൾക്ക് ആവശ്യം ഹിന്ദു വോട്ട് ധ്രുവീകരണമാണ്, ഇപ്പൊ നിങ്ങൾക്ക് ആവശ്യം മുസ്ലിം വോട്ട് ധ്രുവീകരണമാണ്. തരാതരം നിലപാടെന്നല്ലേ പറയേണ്ടത്? അതിനപ്പുറം എന്തെങ്കിലും ഈ പറയുന്ന വൈരുദ്ധ്യങ്ങളുണ്ടോ CS സമ്പത്ത്? അല്ല 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 ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിൻ്റെ ഭാഗമായി അന്ന് ജയിലിൽ CPIM-ൻ്റെതായ പ്രവർത്തകരും അത്തരത്തിൽ പിന്നീട് ജനതാ പാർട്ടിയായി വന്ന അങ്ങനെ നിരവധി ആളുകൾ ഒരേ സെല്ലിൽ അടയ്ക്കപ്പെട്ടിരുന്നു. ഇന്ന് BJPക്കെതിരായ പോരാട്ടമാണ് നടത്തുന്നത്. ഇന്ന് വർഗീയ ഫാസിസത്തിനെതിരായ പോരാട്ടമാണ് നടത്തുന്നത്. ആ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് കരുത്തുള്ളിടത്തെല്ലാം ഞങ്ങൾ ആ വിധത്തിൽ കോൺഗ്രസിൻ്റെതായിട്ടുള്ള വഞ്ചനാപരമായ നിലപാടിനെ തുറന്നു കാട്ടിക്കൊണ്ട് ഞങ്ങൾ നിൽക്കുന്നു എന്ന് വെച്ച് എവിടെയെങ്കിലും കോൺഗ്രസ് ആ വിധത്തിൽ BJPക്കെതിരായി നിൽക്കാതെ ഞങ്ങളോടൊപ്പം ചേർന്നുകൊണ്ട് അത്തരത്തിലുള്ള മുന്നണികൾ തുറക്കാൻ ഇന്ത്യ മുന്നണിയിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നവരാണ്. നല്ലത്. ഇന്ത്യ മുന്നണിയിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നവരാണ്. ആ മുന്നണി ഒരുമിച്ച് നിൽക്കുന്ന ഒരു പാർട്ടിയുടെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവ് LDF കൺവീനർ എന്ന് പറയുകയാണ് BJPക്കാണ് ശക്തി എന്ന് പറയലാണ്. അതിന്റെ അർത്ഥം എന്താണ്? CS സമ്പത്ത്, ഇവിടെ BJPക്കാണോ ശക്തി?
ഇവിടെ ഏതെങ്കിലും കാലത്ത് ബി ജെ പിക്ക് അശക്തി ഉണ്ടായിട്ടുണ്ടോ? ആഷ്മി ഒന്ന് സംസാരിക്കാൻ അനുവദിക്കോ? ആഷ്മി ഒരുപാട് നേരം എൻ്റെ സമയം അപഹരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ അജിറ്റേറ്റഡ് ആവുന്നതല്ല. ഈവൻ ദോ യു ആർ ട്രൈങ് യുവർ ബെസ്റ്റ് ടു പ്രൊവോക്കേറ്റ് മീ, ഞാൻ അതിലേക്ക് വീഴുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ആഷ്മിയുടെ ആ വിദ്യാഭ്യാസം കയ്യിൽ വെച്ചേരെ. ഞാനിപ്പോൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു തെരഞ്ഞെടുപ്പിൽ BSPക്ക് ലോക്സഭയിൽ ഒരു സീറ്റും കിട്ടിയില്ല. അതുകൊണ്ട് BSPക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രസക്തിയില്ല എന്നോ UPയിൽ അവർക്ക് സ്വാധീനമില്ല എന്നോ പറയില്ലല്ലോ. CPIMന് ചില സംസ്ഥാനങ്ങളിൽ നിന്ന് MLAമാർ ലഭിച്ചിട്ടില്ല, MP മാരുണ്ടായിട്ടില്ല, MP മാരുടെ എണ്ണത്തിൽ വളരെ കുറവാണ്. അതുകൊണ്ട് ഞങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യം, ഞങ്ങളുടെ പോരാട്ടം അത് പാർലമെൻറ്റിലും പുറത്തും ഞങ്ങൾ ചെറുതാണെന്ന് നിങ്ങൾ പറയുമോ? ഇലക്ട്രൽ ബോണ്ട് വിഷയത്തിലായാലും ബിൽക്കിസ് ബാനു കേസിലായിരുന്നാലും CPIM പാർലമെൻറ്റിനകത്തും പുറത്തും മാത്രമല്ല കോടതിയിൽ ജുഡീഷ്യറിയിലടക്കം നടത്തുന്ന ഒരു പോരാട്ടമുണ്ട്. നിങ്ങളിതെല്ലാം കണ്ടില്ല എന്ന് വയ്ക്കുമോ? ഞങ്ങൾ ഏറ്റെടുക്കുന്ന ദൗത്യത്തിൽ ഇത്തരം ചില കാര്യങ്ങളുണ്ട്. ഇവിടെ വോട്ടിൻ്റെ ശതമാനം എന്നുള്ളത് മാത്രം വെച്ചുകൊണ്ട് BJPയുടേതായിട്ടുള്ള അപകടത്തെ കൃത്യമായി ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. സർ, BJP നിലവിൽ അത്ര ശക്തമല്ല കേരളത്തിൽ. കോൺഗ്രസിൽ നിന്ന് വോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് BJP നിലവിൽ അത്ര ശക്തമല്ല കേരളത്തിൽ. BJP ശക്തിയാകുമെന്ന് പറയുന്ന ഉത്തരവാദിത്വം EP ജയരാജൻ എന്താണ്? അത് കാരണം ലീഗിങ് വരണം എന്ന് പറയുന്ന ഉത്തരവാദിത്വം EP ജയരാജൻ എന്താണ്? BJPയെ വളർത്തിക്കൊടുക്കുന്ന ഉത്തരവാദിത്വം EPക്ക് എന്താണ്? CA സമ്പത്ത്. എൻ്റെ പൊന്ന ആഷ്മി, ഞാൻ പറയണമെന്ന് കേൾക്കോ? ഒന്ന് ചെവി തുറന്ന് കേൾക്കോ, ഹൃദയം കൂടി തുറന്നുകൊണ്ട്. ഈ കോലീബി സഖ്യം എന്നുള്ളത് ആഷ്മി ഒരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ നടന്നതാണല്ലേ? പറഞ്ഞു കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ. ഞാൻ ജാഥ വിളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് ഞാൻ പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ചതും ഇതിലെ ചങ്ങാതിമാർ മറ്റ് രണ്ടുപേർക്കും നന്നായി അറിയാവുന്നതാണ്. ആരായിരുന്നു ഡോക്ടർ മാധവൻകുട്ടി? ആരായിരുന്നു അഡ്വക്കേറ്റ് രത്നസിംഗ്? ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിരുന്നു? ഏതൊക്കെ പാർട്ടികളുടെ സംയുക്ത സ്ഥാനാർത്ഥിയായിരുന്നു? എന്തിനു വേണ്ടിയാണ് ബേപ്പൂരിലും വടകരയിലും ആ പരീക്ഷണം നടത്തിയത്? എന്തിനു വേണ്ടിയായിരുന്നു? ഇടതുപക്ഷത്തെ വകവരുത്താനായിരുന്നു. ആണല്ലോ. ഇതും നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. അത് കണ്ടുകൊണ്ട് തന്നെയായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ ഇത് പറഞ്ഞത്. ഓക്കെ CA സമ്പത്ത്, എന്തായാലും EP ജയരാജൻ പറയുന്നതിനെ സാധൂകരിക്കത്തക്ക വിവരങ്ങളല്ല താങ്കൾ പറയുന്നത്, സാധൂകരിക്കത്തക്ക കണക്കുകൾ നമ്മുടെ മുന്നിൽ ഇല്ലതാനും. ഓക്കെ, ദിലീപേന്ദ്രൻ വിഷയത്തിൽ നിന്ന് അല്പം വിട്ടാണെങ്കിലും ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞ ആരോപണം ഗുരുതര ആരോപണമാണ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ ലോക്നാഥ് ബെഹ്റ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി അവിടെ പോയി ചോദ്യം ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ നേട്ടമായിട്ടൊക്കെ കരുതിയിരുന്ന ഒന്നാണ്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അത് പച്ചക്കള്ളമാണ്. അമേരിക്കയിലും പോയിട്ടില്ല, ജയിലിലും പോയിട്ടില്ല, ഹെഡ്ലിയും ചോദ്യം ചെയ്തിട്ടില്ല. ഇസ്സത്ത് ജഹാൻ തീവ്രവാദിയാണെന്ന് ഹെഡ്ലി പറഞ്ഞു എന്നതൊക്കെ ഉടായ്പാണെന്ന് ചാമക്കാല ആധികാരികമായി പറയണം. അതിനോട് പ്രതികരിക്കാം, ഇല്ലെങ്കിൽ സമ്പത്തിൻ്റെ ചോദ്യങ്ങൾ മറുപടി. ശ്രീ ഞാൻ ഹാഷ്മിക്ക് അമേരിക്ക ഗവൺമെന്റിന്റെ അതിനെക്കുറിച്ചുള്ള ആധികാരിക രേഖ ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട് ഹാഷ്മി. പറ്റുമെങ്കിലും ഒന്ന് 24 കാണിക്കേ. അത് ഏതർത്ഥത്തിലാണ് ഈ ഇന്റർവ്യൂവിന് ശേഷം ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തതെന്ന് ഞാൻ താങ്കൾക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചാനലിൽ വന്ന ആർക്കും എന്തും പറയാം, കാരണം അത് പിന്നീട് അതിനകത്ത് ഉണ്ടാവില്ലല്ലോ. ഞാൻ അവിടത്തേക്കല്ല കിടക്കുന്നത് ഹാഷ്മി. നോക്കൂ, ഇവിടെ എൻ്റെ സുഹൃത്ത് സമ്പത്ത് പറയാണ് BJPക്കകത്തേക്കുള്ള കോൺഗ്രസ് ആണ് BJPക്കകത്തേക്കുള്ള പാളമെന്ന്. സമ്പത്തെ അധിക കാലമൊന്നും കാത്തിരിക്കേണ്ട. ത്രിപുര നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഈ 24 ചാനൽ കണ്ടുകൊണ്ടിരുന്നതും അന്ന് ത്രിപുരയിൽ ഉണ്ടായിരുന്ന ആദ്യഘട്ടത്തിൽ 24 ചാനലിൻ്റെ അവതാരകൻ്റെ ആഹ്ലാദവും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതുപടി എടുത്ത് പറയുന്നത്, ഹാഷ്മിയും പറഞ്ഞു കേരളത്തിൽ എവിടെയാണ് BJP എന്ന്. ഹാഷ്മി, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയുടെ ജനങ്ങളുടെ വികാരം അളക്കുന്ന, അവരുടെ മനസ്സളക്കാനുള്ള സംവിധാനമൊന്നും കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കില്ല എന്നും, ഉണ്ടെങ്കിൽ പോലും അത് ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ പഴയകാല രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ചരിത്രവും നിങ്ങൾക്ക് അതിന് തടങ്കുഴയായിട്ടുണ്ടാകുമെന്ന് 24ന്റെ ത്രിപുര റിസൾട്ടിൻ്റെ അവലോകനത്തിൻ്റെ ക്ലിപ്പിംഗ് എടുത്ത് നോക്കിയാൽ മനസ്സിലാകും. ഞാൻ ഈ തെരഞ്ഞെടുപ്പൊന്ന് കഴിഞ്ഞോട്ടെ സമ്പത്തെ, കേരളത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഒരു പുകയുന്ന അഗ്നിപർവ്വതമല്ലേ കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത്? ഒരു കുടുംബത്തിൻ്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും ചിങ്കിടികൾ കാണിക്കുന്ന ധിക്കാരവും കൊണ്ട് മനസ്സ് മരവിപ്പിച്ച് വീർപ്പ് മുട്ടി കഴിയുകയല്ലേ ആ പാർട്ടി? ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചതിനപ്പുറത്താണോ? നോക്കൂ, ചില സാമ്പിൾ വെടിക്കെട്ടുകൾ നമ്മുടെ മുമ്പിലില്ലേ? ദേശാഭിമാനിയുടെ കാർട്ടൂണിസ്റ്റ് എവിടെ എത്തി? നിങ്ങൾ ഇന്നും പുഷ്പനെ അറിയാമോ എന്ന് പാടുന്ന പുഷ്പന്റെ സഹോദരൻ എവിടെ എത്തി? MM ലോറൻസിന്റെ മകളും പൗത്രൻ എവിടെ എത്തി? മുമ്പ് നിങ്ങളുടെ അത്ഭുതക്കുട്ടി എവിടെ എത്തി? അതൊന്നും നമുക്ക്, ഞാൻ പറയുന്നത് ആഷ്മി, ഇതൊന്നും നമുക്ക് അങ്ങനെ മുൻകൂട്ടി പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങളൊരു ചർച്ചയിൽ ഇപ്പൊ ചോദിച്ച കാര്യം എന്താ നമുക്ക് അത്ഭുതം ചാമക്കാല? മത്സരം ഇന്ത്യ മുന്നണിയും BJPയും തമ്മിലല്ലേ? അതല്ലേ നിങ്ങൾ ഇത് തന്നെയല്ലേ സാർ നിങ്ങളുടെ തൃശ്ശൂരിലെ സീറ്റ് കിട്ടാതെ പോയ MP പറഞ്ഞത്? കേരളത്തിൽ നമ്മളൊരു സൗഹൃദ മത്സരത്തിലാണ്. ഈ കേരളത്തിൽ നിങ്ങൾ കളിക്കുന്ന കള്ളക്കളി അധിക കാലം ഒന്നും നിങ്ങൾക്ക് വെച്ച് നീട്ടി മുമ്പോട്ട് പോകാൻ സാധിക്കില്ല കാശ്മീർ. അതുകൊണ്ട് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്,
ഇവിടെ നിങ്ങൾ നോക്കൂ, രണ്ട് കൂട്ടരും ബി ജെ പിയിലേക്ക് വന്ന കോൺഗ്രസ്സുകാരുടെ എണ്ണം പറഞ്ഞ് ഊറ്റം കൊള്ളുന്ന സമ്പത്തും, പകരം CPM-ൽ നിന്നും ബി ജെ പിയിലേക്ക് വന്നത് കുറ്റവിമർശനം നടത്തുന്ന ചാമക്കാലയും. ഞാൻ ഞങ്ങൾ രണ്ടു കൂട്ടരോട് പറയുന്നത്, സർ, ഇതൊരു മഹാപ്രവാഹമാണ്. നാളെ ഇതുവരെ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ BJP എന്ന് പറയുന്നത് കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തി നിങ്ങൾ നിർത്തി. പക്ഷേ നിങ്ങളുടെ തനി സ്വരം ഇന്ത്യൻ ജനത തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ബംഗാളും ത്രിപുരയും കർണാടകയും ഇന്ത്യ രാജ്യത്തെ രണ്ട് മുന്നണികളിലുമുള്ള ആളുകൾ BJP-ക്കകത്തേക്ക് വരുന്നത്. അല്ല, ഞാൻ ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ പ്രധാനപ്പെട്ട ഒരു അഭിനേതാവിനെ, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരനെ പരിണമിച്ചോ എന്തായാലും അങ്ങനെ പ്രധാനപ്പെട്ട ഒരു വ്യക്തി തൃശ്ശൂർ നിർത്തിയുമ്പോൾ കെ സുരേന്ദ്രൻ പറയുന്നതാണ് കെ മുരളീധരൻ വരുമ്പോൾ അത് സുരേഷ് ഗോപി തോപ്പിക്കാൻ വരുന്നതാണ്. മാഷെ, സുരേഷ് ഗോപി തോപ്പിക്കാൻ വരുന്നതാണ്, അത് കെ മുരളീധരൻ പറയുന്നില്ലേ? അപ്പോൾ കെ മുരളീധരൻ വന്ന് സുരേഷ് ഗോപി തോറ്റുപോകും എന്ന് പേടിക്കുകയല്ലേ സുരേന്ദ്രൻ? ഇത്ര ശക്തമായ അടിത്തറയൊക്കെ ഉണ്ടെങ്കിൽ എന്തിനാണ് കെ സുരേന്ദ്രൻ മുരളീധരൻ വരുമ്പോൾ സുരേഷ് ഗോപി തോക്കുമെന്ന് തിരിച്ചറിയും പേടി? അല്ല, ഇത് പറയുന്നത് ഹാഷ്മി നിങ്ങളുടെ രാഷ്ട്രീയക്കാരനാണ്. ഇത് സുരേന്ദ്രൻ അല്ല പറഞ്ഞത്. സുരേന്ദ്രൻ അങ്ങനെ പറഞ്ഞു? പറഞ്ഞത് ആരാ? മുരളീധരനാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം എന്താ ഹാഷ്മി? ഇല്ല, സുരേന്ദ്രൻ പറഞ്ഞാണോ അദ്ദേഹം പോയത് പലപ്പോഴും? ഇല്ലില്ല, ആ ശിഖണ്ഡി പരാമർശം നടത്തി. ചോദിച്ചു. അല്ല, ആ ശിഖണ്ഡി പരാമർശം താങ്കൾ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാക്കുകളുടെ പ്രശ്നം പറയുന്നത് പൊളിറ്റിക്കലും അല്ലാത്തതുമായ എന്തോ കാര്യം പറഞ്ഞായിരുന്നല്ലോ. കെ മുരളീധരനെ തോൽപ്പിക്കാൻ വന്ന് ശിഖണ്ഡിയാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞാണ്. ആരെ തോൽപ്പിക്കാൻ? നിങ്ങളുടെ സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ. അങ്ങ് കെ മുരളീധരൻ വരുമ്പോൾ തോറ്റുപോകാൻ മാത്രം ദുർബലാണോ സുരേഷ് ഗോപി തൃശ്ശൂരിൽ? അത് സമ്മതിക്കലല്ലേ കെ സുരേന്ദ്രൻ ചെയ്യുന്നത്? അങ്ങനെ പറയുന്ന അങ്ങനെ ആണെങ്കിൽ തന്നെ അമച്ചറല്ലേ അങ്ങനെ പറയുന്നത്? TP ഒരു ഇലക്ഷന്റെ മുഖത്ത് കഴിഞ്ഞോ ഹാഷ്മി? ഞാൻ പറഞ്ഞോട്ടെ. വരുമ്പോ മുരളീധരനല്ലേ പറഞ്ഞത് ഞാൻ ജയിക്കാനല്ല വരുന്നത്, BJP 3-ാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വയം ജയിക്കാനാണെന്ന് അദ്ദേഹം പറഞ്ഞോ? ഇനി തോൽപ്പിക്കൽ മാത്രമല്ല, ഇദ്ദേഹം മികച്ച ഒരു MP ആണെങ്കിൽ അദ്ദേഹം നിന്ന വടകരയിൽ തന്നെ നിന്നാ പോരായിരുന്നോ? ഇനി ഇവിടെ വരുമ്പോ ഞങ്ങൾക്ക് അശേഷം ഭയമില്ല. മുരളീധരൻ തോൽവിയുടെ കോൺഗ്രസിന്റെ സ്വന്തം സഹോദരി. അത് കെ മുരളീധരൻ ഒളിപ്പിച്ചു വെക്കുന്നത്. നേമത്ത് നിങ്ങളെ തോപ്പിച്ചു, ഞാൻ ജയിച്ചാൽ പക്ഷെ നിങ്ങളെ തോപ്പിച്ചു. പക്ഷെ ഇവിടെ വന്നത് നിങ്ങളെ 3-ാം സ്ഥാനത്തേക്ക് തള്ളാനാണ്, ജയിക്കാനാണ്. അതേസമയം തന്നെ BJP 3-ാം സ്ഥാനത്തേക്ക് തള്ളിവിടാനാണെന്ന് അദ്ദേഹം രഹസ്യമായി പറഞ്ഞതല്ലോ, പരസ്യമായി തന്നെ പറയുന്നതല്ലേ. BJP നിലം തൊടിക്കില്ല, അതെന്റെ തീരുമാനമാണ് എന്ന് മുരളീധരൻ പറയല്ലേ? അല്ല, രാഹുൽ ഗാന്ധിയും ഇങ്ങനെ കുറെ തീരുമാനം പറഞ്ഞിരുന്നു വാഷ്മി. നമ്മൾ 24 ചാനലിലും നമ്മളൊക്കെ തന്നെ ഓരോ തെരഞ്ഞെടുപ്പിനും തന്നെ മുഖം പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? BJP പണ്ട് അടൽജി പാർലമെന്റിൽ പറഞ്ഞു, അന്ന് അദ്ദേഹം ദയനീയമായിട്ട് BJP-യുടെ തോൽവിയെക്കുറിച്ചാണോ നിങ്ങളുടെ ചർച്ച? ഒരു 13 ദിവസം സത്യപ്രതിജ്ഞ കഴിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ അന്ന് അടൽജി പറഞ്ഞ വാക്കെന്താ? പുലി പതുങ്ങുന്നത് പുന്മാറാനല്ല. അന്നത്തെ 13 ദിവസം കൊണ്ട് പറഞ്ഞു, ഇനി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അജണ്ട നിശ്ചയിക്കുന്ന പാർട്ടിയായി ഞങ്ങൾ മാറും. ഒരുപക്ഷെ ഹാഷ്മി, നിങ്ങൾ ഒരുപക്ഷെ ജനിച്ചിട്ടില്ല ഞാനൊന്നും രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ കാലഘട്ടത്തിൽ. ഇന്നത്തെ വലിപ്പം BJP-ക്ക് കേരളത്തിൽ ഇല്ല. പുച്ഛവും പരിഹാസവും അവഗണനയും മറുപക്ഷത്തു നിന്ന് പ്രലോഭനങ്ങളും ഉണ്ടായിരുന്നു. അധികാരങ്ങളെക്കുറിച്ചുള്ള വാഗ്ധോരണികൾ ഉണ്ടായിരുന്നു ഹാഷ്മി. അന്നൊക്കെ കേരളത്തിന്റെ മണ്ണിൽ നാളെ ഇന്ത്യയിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വരുമെന്നോ ഇന്ത്യ BJP ഭരിക്കുമെന്നോ ആശയത്തിലല്ല ഞങ്ങളൊന്നും പ്രവർത്തിച്ചത്. പ്രലോഭനങ്ങൾക്ക് മുമ്പിൽ മുട്ടുപറയ്ക്കാതെ നിന്ന് പോരാടുമ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു മോഹമുണ്ട്. ഈ പ്രത്യയശാസ്ത്രത്തെ ഇന്നല്ലെങ്കിൽ നാളെ ഈ കേരളം ഭാരതം അംഗീകരിക്കും. നോക്കൂ, നരേന്ദ്രമോദി ഇന്ത്യയിൽ വന്നാൽ ഇന്ത്യ രാജ്യം വിട്ടുപോകുമെന്ന് പറഞ്ഞവരുണ്ട്, ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞവരുണ്ട്. ഹാഷ്മി, ഞാൻ അതാ ചൂണ്ടിക്കാണിക്കുന്നത്. ഞങ്ങളൊക്കെ ഈ പ്രത്യയശാസ്ത്രത്തിന്റെ കൂടെ ഉറച്ചു നിന്ന് പ്രലോഭനങ്ങൾക്കെതിരെ പോരടിക്കുമ്പോൾ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിന്ന പ്രലോഭനങ്ങൾക്കെതിരെയൊക്കെ ഇവിടെ BJP ഒന്നുമില്ലാതിരുന്ന സമയത്ത് പാർട്ടിയിൽ പ്രവർത്തിച്ച് TP ജയേന്ദ്രൻ മാഷ്ക്ക് ഒരു സീറ്റ് തരാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അല്ലേ? ഇപ്പൊ ഇന്നലെ വന്ന് പത്മജ വേണുഗോപാൽ ചാലക്കുടി കൊടുക്കണമെന്ന് ആലോചിക്കുന്നു, ഇന്നലെ വന്ന് അല്ലാണ്ടെങ്കിൽ സീറ്റ് കൊടുക്കുന്നു, ഇന്നലെ വന്ന് സുരേഷ് ഗോപിക്ക് സീറ്റ് കൊടുക്കുന്നു, പുതിയ നേതാക്കൾ വന്ന് അവർക്ക് വേണ്ടി സീറ്റ് സ്ഥാനാർത്ഥി പട്ടിക ഒഴിച്ചിടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞത് TP ജയേന്ദ്രൻ മാഷെ പോലെ പാർട്ടി കൂറോടുകൂടി ഇതിന്റെ കാലത്തിൽ തുടക്കം മുതലേ പ്രവർത്തിച്ച ഒരു ആൾക്ക് സീറ്റ് തരാമായിരുന്നു. ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞ സൗഹൃദം വെച്ച് പറഞ്ഞാണ്, ഞാൻ സൗദ്ദേശത്തിൽ പറഞ്ഞാണ്. അതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ, നിങ്ങൾ ഒരു കാര്യം, ഇതൊക്കെ ഒരു രാഷ്ട്രീയ ആഭ്യന്തരം അത്ര ഇത് അംഗീകരിക്കേണ്ടതാരാ? ജനതയാണ്. ഹാഷ്മിയും ജയചന്ദ്രനുമല്ല ഈ ജനതയുടെ മനോവികാരങ്ങൾ ഉൾക്കൊണ്ടതെന്നവർ. അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് നമുക്ക് വിട്ടേക്കും. പക്ഷെ ഇവിടെ ഉണ്ടാകുന്നത് എന്താണ്? ഇന്ത്യ രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത രൂപത്തിൽ കേരളം നമ്മൾ പ്രതീക്ഷിക്കണോ? BJP ശരിയാണ്, ചില സമയത്ത് സെറ്റ്ബാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഓരോ സെറ്റ്ബാക്കിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകന്മാരുടെ ആത്മവിശ്വാസം എന്തായിരുന്നു? ഇത് കേരളവും ഭാരതവും അംഗീകരിക്കും. അതിന് കേരളം പാകപ്പെട്ട് തുടങ്ങിയിരിക്കുന്നതിന് അസ്വസ്ഥതയല്ലേ ഒരർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരി, ഞാൻ ചാമക്കാലേക്ക് ചോദിക്കാം. നേരത്തെ TP ജയേന്ദ്രൻ മാഷും സമ്പത്തും പറഞ്ഞ രാഷ്ട്രീയ ആരോപണം മറുപടി പറഞ്ഞു. അതോടൊപ്പം താങ്കൾ ഉന്നയിച്ച നേരത്തെ ഗുരുതരമായ ആരോപണത്തിന് നേരത്തെ
അമേരിക്കൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസിന്റെ ഒരു ലിങ്കാണ് എനിക്ക് TPN മാഷ് അയച്ചത്. അത് പറയുന്നത് ആസ് പാർട്ട് ഓഫ് ദ കോപ്പറേഷൻ ആൻഡ് പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ഇന്ത്യ ഇൻ ദ ഫൈറ്റ് അഗൈൻസ്റ്റ് ഇന്റർനാഷണൽ ടെററിസം, ഇന്ത്യൻ ലോ എൻഫോഴ്സ്മെന്റ് ഒഫീഷ്യൽസ് വെർ പ്രൊവൈഡഡ് ഡയറക്റ്റ് ആക്സസ് ടു ഇന്റർവ്യൂ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി, ദ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അനൗൺസ് ടുഡേ എന്ന് പറയുകയാണ്. പറഞ്ഞോളൂ ചാമക്കാല. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നു. അതിനകത്തൊരു മാറ്റവുമില്ല. ഞാൻ പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. ഇവിടെ BJPയുടെ പ്രതിനിധി കുറേ കാര്യങ്ങൾ പറഞ്ഞു. കെ മുരളീധരൻ വടകരയിൽ പോയതിനെ സംബന്ധിച്ചും വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വന്നതിനെ സംബന്ധിച്ചും ഒക്കെ കെ മുരളീധരൻ തോറ്റിട്ടുണ്ട്, പല തെരഞ്ഞെടുപ്പിലും ജയിച്ചിട്ടുണ്ട്. കെ മുരളീധരൻ KPCയുടെ പ്രസിഡന്റ് ആയിരുന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കെ സുരേന്ദ്രൻ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുണ്ടോ? അതുകൊണ്ടൊന്ന് ആലോചിക്കണ്ടേ? അപ്പോൾ എന്തായാലും ഞാൻ അതിനപ്പുറത്തേക്കൊന്നും പറയുന്നില്ല. പിന്നെ പുല്ലി പതുങ്ങുന്നത് കുതിക്കാനാണെന്നൊക്കെ പറയുമ്പോൾ നന്നായിരിക്കട്ടെ, എന്നും പതുങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ ഏതായാലും BJP നമ്മളിപ്പോൾ ഗൗരവത്തിൽ കാണുന്നില്ല. അവരെ സഹായിക്കാൻ അവരും CPM തമ്മിലൊരു ധാരണയിലാണല്ലോ. കാരണം BJP പരമാവധി CPMനെ എൻ്റർടൈൻ ചെയ്തുകൊണ്ട് കോൺഗ്രസിൻ്റെ സീറ്റുകൾ കുറയ്ക്കുക എന്നതിനപ്പുറത്തേക്ക് BJPക്ക് ഇവിടെ നിന്ന് ജയിക്കാൻ കഴിയില്ല എന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ BJPയുടെ പ്രതിനിധിയോട് പറഞ്ഞു, കേരളത്തിൽ ഏതെങ്കിലും ഒരു സീറ്റിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുമോ? ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഒരു സീറ്റിലും ജയിക്കാൻ കഴിയില്ല. ഈ ചർച്ചയിലൂടെ ഞാൻ പറയുന്നു, നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഇരിക്കാം, നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ഒരു സീറ്റിലും കേരളത്തിൽ ജയിക്കാൻ കഴിയില്ല. നിങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടി CPMനെ സഹായിക്കുന്ന നിലപാടിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി ഞാൻ ശ്രീ സമ്പത്ത് പറഞ്ഞതിലേക്ക് നേരിട്ട് വരികയാണ്. കാരണം BJPക്ക് കൂടുതൽ മറുപടിക്ക് സമയം കളയേണ്ട കാര്യമില്ല. ശ്രീ സമ്പത്തും BJPയുടെ പ്രതിനിധി അറിയാൻ വേണ്ടി ഹരിയാനയിലും രാജസ്ഥാനിലും ഉൾപ്പെടെ BJPയുടെ സിറ്റിംഗ് MPമാർ ഇന്നും ഇന്നലെയുമൊക്കെയായി കോൺഗ്രസിൽ ചേരുന്നുണ്ടെന്നുള്ള കാര്യം കൂടി മറന്നു പോകരുത്. പിന്നെ അദ്ദേഹം നേമത്തെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചും നേമത്ത് UDF 3-ാം സ്ഥാനത്ത് പോയതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. മഞ്ചേശ്വരത്ത് ആരാണ് 3-ാം സ്ഥാനത്ത്? അതുപോലെ തന്നെ കാസർഗോഡ് ആരാണ് 3-ാം സ്ഥാനത്ത്? അങ്ങനെ പറഞ്ഞു പോയാൽ ഒരുപാടുണ്ടെന്നേ, നമുക്ക് പറഞ്ഞു പോകാം, ഒരുപാട് പറഞ്ഞു പോകാം. പാലക്കാട് ആരാണ് 3-ാം സ്ഥാനത്ത്? അപ്പോൾ അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. ഇവിടെ കേരളത്തിൽ നിന്ന് അൽഫോൻസ് കണ്ണന്താനം ഉൾപ്പെടെയുള്ളവർ, വിശ്വനാഥ മേനോൻ ഉൾപ്പെടെയുള്ളവർ BJPയിൽ പോയത് അൽഫോൻസ് കണ്ണന്താനം കേരളത്തിൽ നിന്നുള്ള CPMൻ്റെ MLA ആയിരുന്നു എന്നുള്ള കാര്യം താങ്കൾ മറക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ താങ്കൾ പറഞ്ഞു പശ്ചിമ ബംഗാളിൽ പ്രതിപക്ഷ നേതാവാകാനുള്ള നമ്പർ പോലും ഞങ്ങൾക്കില്ല. ശരിയാണ്, നമ്പറില്ല, പ്രതിപക്ഷ സ്ഥാനം തന്നിട്ടുമില്ല. അപ്പോൾ ജ്യോതി ബസു പ്രതിപക്ഷ നേതാവ് സ്ഥാനം തന്നതിനെ കുറിച്ച് പറഞ്ഞു. 1952 പാർലമെൻറ്റിൽ അന്ന് ഞങ്ങൾ പ്രതിപക്ഷം ഇല്ലാതിരുന്നിട്ടും CPMൻ്റെ പ്രതിനിധിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുത്ത ജവഹർലാൽ നെഹ്റുവിനെ കൂടി താങ്കൾ ഓർക്കണമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ. ഏതായാലും ഇവിടെ BJPക്കെതിരെ നിങ്ങൾ പോരാട്ടം തുടങ്ങും എന്ന് പറയുമ്പോൾ ശ്രീ സമ്പത്ത്, ഈ ചർച്ച കഴിഞ്ഞിട്ടെങ്കിലും താങ്കൾ മുഖ്യമന്ത്രി ഒന്ന് വിളിക്കണം. ജ്യോതി ഒരു സെക്കൻഡ്, ജ്യോതി തർക്കമല്ല, തർക്കമല്ല. ഒന്ന്, അന്ന് CPIM ഇല്ല. 2, അന്ന് പ്രതിപക്ഷ നേതാവ് ജ്യോതി സ്നേഹപൂർവ്വം നമ്മൾ തർക്കമല്ല, ഒരു ഫാക്ച്വൽ കറക്ഷനാണ്. അന്ന് CPIM ഇല്ല. 1. 2, അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അന്ന് പ്രതിപക്ഷ നേതാവിന്റെ പദവി നൽകിയിട്ടില്ല. ഔദ്യോഗികമായി നൽകിയിട്ടില്ല. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അന്ന് പാർലമെന്റിൽ ഔദ്യോഗികമായി നൽകിയിട്ടില്ല. പക്ഷേ ആ സ്ഥാനം നൽകിക്കൊണ്ട് തന്നെ ബഹുമാനം നൽകിയിരുന്നു സമ്പത്ത്. ഗ്രൂപ്പിന്റെ നേതാവായി, പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് പോയിട്ടുള്ളത്. ശ്രീ ജവഹർലാൽ നെഹ്റു അന്ന് നൽകിയിരുന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്, ഹിസ്റ്ററിയുടെ ഭാഗമാണ്. CPM ഇല്ല, വിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധി അവിടെ എനിക്ക് സമയമില്ല, താങ്കൾ കണ്ടിട്ടുള്ളൂ. നമുക്ക് പിന്നീട് വാദിക്കാനെ കുറിച്ച് ഞാൻ പറയുന്നു, താങ്കൾ പറഞ്ഞതിനകത്ത് ഒരു ഭാഗം ശരിയാണ്. ഞാൻ CPM എന്ന് ഉദ്ദേശിച്ച ഇടതുപക്ഷം. നിങ്ങൾ രണ്ടുപേർ പറഞ്ഞത് ശരിയാണ് എന്ന് പറഞ്ഞാൽ AKജിയെ അത്തരത്തിൽ എന്താണ് പ്രതിപക്ഷത്തിന്റെ നേതാവായി തന്നെ കണ്ടിരുന്നു, ആ സ്നേഹ ബഹുമാനം നൽകിയിരുന്നു. പക്ഷെ ഔദ്യോഗികം വേണ്ടല്ല. ഇത് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ നടന്നത്. അപ്പം ഞാൻ പറഞ്ഞത് പശ്ചിമ ബംഗാളിൽ നിങ്ങൾ ജ്യോതി ബസു നൽകിയെന്ന് പറയുന്ന അതേ സ്ഥാനം ഞങ്ങളും നൽകിയിട്ടുണ്ട് എന്ന് താങ്കളെ ഓർമ്മിച്ചെന്ന് മാത്രം. ഇവിടെ നോക്കൂ, BJPക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുമെന്ന് പറയുമ്പോൾ എനിക്ക് താങ്കളോട് സൂചിപ്പിക്കാനുള്ളത്, താങ്കൾ ഈ ചർച്ച കഴിഞ്ഞിട്ടെങ്കിലും ദയവേത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹമാണല്ലോ ഇപ്പോൾ ഏകാധിപതി, ഏകരാജാവ്, അഥവാ നിങ്ങളുടെ എല്ലാം സർവം അദ്ദേഹത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തോടൊന്ന് പറയണം, ഈ LJDയുടെ MLAമാരെ ദയവ് ചെയ്ത് കർണാടകത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അയക്കരുതെന്ന് പറയണം. മിനിമം. എന്തുകൊണ്ടാണ്? LJDയുടെ MLAമാർ, മന്ത്രി ഉൾപ്പെടെ, കൃഷ്ണൻകുട്ടി ഉൾപ്പെടെ, മാത്യു ടി തോമസ് ഉൾപ്പെടെ കർണാടകത്തിലേക്ക് അബദ്ധവശാൽ പോലും തെരഞ്ഞെടുപ്പിന് അയക്കരുത്. കാരണം അവർ NDA മുന്നണിയുടെ ഭാഗമാണ്. അപ്പോൾ NDAയുടെ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള 2 MLAമാരെ, അതിലൊരാളെ മന്ത്രിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യമന്ത്രി കർണാടകത്തിൽ പോയാൽ NDAയുടെ ഘടകകക്ഷികൾക്ക് വേണ്ടി, ഞാൻ ചോദിക്കട്ടെ, അവിടെ LJDയുടെ ഘടകകക്ഷികൾക്ക് വേണ്ടി LJDയുടെ നേതാവെന്ന നിലയിൽ അവിടെ ദേവഗൗഡയുണ്ട്. ദേവഗൗഡയുടെ പ്രതിനിധികളായി നിൽക്കുന്ന 2 MLAമാർ, ഒരു മന്ത്രി, കൃഷ്ണൻകുട്ടി അവിടെ പോയാൽ ആർക്ക് വേണ്ടി സംസാരിക്കും?
ശരി. അവിടെ എൽ ജി ഡിയുടെ ശരി, നമ്മുടെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഇനിയും ഇത്തരം ആരോപണ പ്രത്യാരോപണം ഉണ്ടാകും, ഇനിയും ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാകും. ഇങ്ങനെ കൂടുതൽ സഖ്യത്തെക്കുറിച്ച് ആരോപണങ്ങൾ ഉണ്ടാകും. കാര്യം ഇത് ഇലക്ഷൻ കാലമാണ്, നമുക്ക് വീണ്ടും ഇരിക്കാം. നമ്മുടെ സമയം ഇന്ന് പൂർണ്ണമായി കഴിഞ്ഞാൽ ക്ഷമിക്കണം എന്നോട്. ഇപ്പോൾ വരുന്ന വാർത്ത സൗദിയിൽ മാസപ്പുറ കണ്ടു എന്നുള്ളതാണ്. നാളെ സൗദിയിൽ റംസാൻ വ്രതാരംഭമാണ്. പക്ഷേ നമുക്കിവിടെ മറ്റന്നാൾ മാത്രമേ ഉള്ളൂ വ്രതാരംഭം. അപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.